ഹായ് നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ. അൺടൈറ്റിൽഡ് പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് 18 ഞാനാണ്. സാറേ, നമുക്ക് ഇതിനകത്ത് പേര് സഹദേവൻ തന്നെ ഇട്ടാലോ പ്രേം സാറ് പറഞ്ഞു, അത് വേറെ ഇത് വേറെ, ആനണിക്ക് ഇടിച്ചാൽ പോരെ, സഹദേവനിട്ട് ഇടിച്ചാൽ പോരെ, അത് ഇതിനകത്ത് കൈയിടി കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക, രജനി സാറിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് ഒരു ചെറിയൊരു ഒരു സാധാരണ ഒരു ജുബയും ഒരു പാൻറ്റും ഒരു ചെറിയൊരു ചപ്പലും ഒക്കെ ഇട്ട് വിഗ്ഗൊന്നും വെക്കാതെ നരച്ച മുടിയൊക്കെ ആയിട്ട് ഒരു സാധാരണ മനുഷ്യൻ. ഇയാളെ ഇൻ്റർവെല്ലിന് കാണിക്കുമ്പം ആൾക്കാരൊന്നും ഞെട്ടണം. അതിൻ്റെ റെഫറൻസ് പറഞ്ഞത് നമ്മുടെ വാസുണ്ണനെ തന്നെയാണ്. മണിച്ചേട്ടൻ അത്രയ്ക്ക് ജീവനായിരുന്നു. ഞാനിപ്പം ഒരു ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കും, മണിച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്തോരം ക്യാരക്ടേഴ്സ് ചെയ്തേനെ മണിച്ചേട്ടൻ. ഞാൻ ലാലേട്ടൻ്റെ സിനിമകളായിരുന്നു കൂടുതൽ കാണുന്നതും. മമ്മൂക്കേനെ ഇഷ്ടമാണ്. മമ്മൂക്കേനെ നമ്മൾ വേറൊരു ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ആ സമയത്തും അത് ഇപ്പോഴും അതെ. അതിനായിരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചിലപ്പോൾ 4-ലോ 5-ലോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഓർമ്മയുണ്ട്. അറിഞ്ഞൂടാ, 4 എന്തായാലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. സുഖമോ ദേവി, അയ്യോ ലാലേട്ടൻ്റെ ആ ബുള്ളറ്റ്, അതിൽ ഏറ്റവും ജെന്യുവൻ റിയാക്ഷൻ ആയിരുന്നു, നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്. സിനിമ വരും, സിനിമ ചിലപ്പോൾ പൊട്ടും, ചിലപ്പോൾ നന്നാവും. നമ്മൾ നന്നായിട്ട് ചെയ്യാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം, എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. വെൽക്കം ചേട്ടാ. താങ്ക് യു. എനിക്ക് നമ്മളിതിനു മുന്നൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിക്കാതിരുന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്ന ഒരു പടത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. മലയാളമല്ല, തമിഴാണ്. 2.0 നമ്മൾ അന്നൊന്നും സംസാരിച്ചിരുന്നില്ല. ഒരു ശങ്കർ പടം, എനിക്ക് തോന്നുന്നു അന്നത്തെ ഏറ്റവും ചെലവേറിയ സിനിമയായിരുന്നു. 3D മൂവി. അക്ഷയ് കുമാർ, തലൈവർ, എല്ലാവരും ഉണ്ട്. ഒരുപക്ഷെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ നിന്ന് കണ്ടുവരുന്ന ശങ്കർ പടങ്ങളുടെ ഒരു ലിസ്റ്റ് കൂടെ ഉണ്ടാവും. അവിടെ നിന്നാണ് ഇത്രയും വലിയ സ്കെയിലിലെ പടത്തിൽ അഭിനയിക്കുന്നത്. ഓൾറെഡി ശങ്കർ സിനിമകളുടെ ഒരു മലയാളി സാന്നിധ്യം കൃത്യമായ ഇടവേളകൾ ഉണ്ടായിരുന്നു. മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ഹനീഫൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഷാജൻ ചേട്ടനും പ്ലേസ് ചെയ്യുന്നു. ഇത്രയും വലിയ പടത്തിന്റെ ഭാഗമാവുന്നു. അന്ന് തമിഴ്നാട്ടിൽ പോയിട്ട് മിനിസ്റ്റർ വൈരമുത്തു, എന്തായിരുന്നു മൊമെന്റ്? എന്തായിരുന്നു? അതൊരു വലിയ സന്തോഷം തന്നൊരു കാര്യമാണ്. കാര്യം വളരെ സർപ്രൈസ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു വിളി വരുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ ഒരു ദിവസം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഉച്ച കഴിഞ്ഞ് ഒരു ദിവസം എഴുന്നേറ്റ് ഇങ്ങനെ നോക്കാൻ നേരത്തെ എൻ്റെ ഫോണിൽ 2-3 മിസ് കോൾ കിടക്കുന്നു. ചുമ്മാ ഞാൻ തിരിച്ചു വിളിച്ചു. പിന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്ന പടത്തിലെ ആർട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ചെന്നൈയിൽ നിന്ന് വിളിച്ചിരുന്നു അവരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആര് ചോദിച്ചും പറഞ്ഞിങ്ങനെ ശങ്കർ സാറിൻ്റെ പടത്തിൽ ചേട്ടനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. സത്യമാണോ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല, അവർ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഞാനത് സത്യത്തിൽ വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ ചുമ്മാ എന്തെങ്കിലും തമാശനും എല്ലാം പറഞ്ഞതായിരിക്കും, അല്ല അറിഞ്ഞുകൂടല്ലോ നമുക്ക്. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഒരു ലേഡിയാണ് വിളിക്കുന്നത്. ഇന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, താല്പര്യമുണ്ടോ എന്ന് ശങ്കർ സാർ ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്, താല്പര്യമുണ്ട്. അതിനുശേഷമാണ് ഞാൻ പിന്നെ വീട്ടിൽ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു അമേരിക്കൻ ഷോ ഒക്കെ കമ്മിറ്റ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞിങ്ങനെ കുറച്ച് ദിവസം വേണം, ഒരു ഡേറ്റ് ഇന്ന സമയം മുതലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ US പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അവിടെ ഷോ നമ്മൾ കമ്മിറ്റ് ചെയ്തതാണ്, പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ടിക്കറ്റ്സ് എല്ലാം വിറ്റിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയാണ്. ആണല്ലോ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ. ആദ്യമായിട്ടാണ് കാര്യം, രജനി സാറിൻ്റെ പടം ശങ്കർ സാർ ഡയറക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ തമിഴിൽ ഇത്ര വലിയൊരു പടം. പിന്നെ ഞാനവർ തിരിച്ചു വിളിച്ചു, ആ ലേഡിയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇതല്ല വേറെ ഏതെങ്കിലും ഒരു സീനാണെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കണം, എനിക്ക് താല്പര്യമുണ്ട് പറഞ്ഞു വെച്ചു. പിന്നെ അവർ വിളിയൊന്നും വന്നില്ല. ആ സമയത്താണ് നമ്മുടെ വെൽക്കം ടു സെൻട്രൽ ജയിൽ ഷൂട്ട് നടക്കുകയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകും. അപ്പോൾ ഇവർ വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെയാണ് കേട്ടോ, നിങ്ങൾ വന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ ഞാൻ നേരെ ചെന്നൈക്കാണ് പോയത്. അങ്ങനെയാണ് പോയി അഭിനയിക്കുന്നത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളില്ലയെന്ന് പറഞ്ഞപ്പോൾ ശങ്കർ സാർ ചോദിച്ചു, ഇപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു ട്രിപ്പിന് പോകണം, അതുകൊണ്ടാണ്. അപ്പോൾ ശങ്കർ സാർ ചോദിച്ചു, പുള്ളിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ പടത്തിൽ എന്ന് ചോദിച്ചു. ലേഡി പറഞ്ഞ് തിരിച്ച് വിളിച്ചിരുന്നു, ഒരു സീനാണെങ്കിലും വേണം, ഓക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പുള്ളി വന്നിട്ട് അങ്ങനെ ചെയ്തു തന്നുള്ള. അപ്പം ഞാനത് അവിടെ ചെന്നിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അസോസിയേറ്റൊക്കെ ഒരു മലയാളിയായിരുന്നു, പുള്ളിയാണ് ഇത് പറയുന്നത്. അപ്പോൾ സാർ എന്തെങ്കിലും ഒരാളെ ഇങ്ങനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അവരെ വെച്ച് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുമെന്ന്. അപ്പം അങ്ങോട്ടുള്ള തിരിച്ചുള്ള വിളി നമുക്കത് ഗുണം ചെയ്തു. പുള്ളി ചോദിക്കുന്നുണ്ടല്ലോ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോഴവർ ഞാൻ തിരിച്ച് വിളിച്ചിരുന്നു, ഒരു സീനാണെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ സ്കെഡ്യൂൾ നമുക്കൊന്ന് റീസ്കെഡ്യൂൾ ചെയ്യാം. എന്നിട്ട് പുള്ളി വന്നിട്ട് നമുക്ക് ആ ഏരിയ നമുക്ക് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു സങ്കടം ഉണ്ടായിരുന്നു,
ഉള്ളായിരുന്നു, രജനി സാറുമായിട്ട് കോമ്പിനേഷൻ ഇല്ലായിരുന്നു ആ സിനിമയിൽ. പക്ഷേ ഒരു ദിവസം നേരിട്ട് കാണാൻ പറ്റി. സാർ ആ സമയത്ത് എന്തോ ഹോസ്പിറ്റലൈസ്ഡ് എന്തോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ വന്നു ലൊക്കേഷൻ. അന്ന് ഞാൻ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പോൾ അന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ശങ്കർ സാർ വിളിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തോട്ട് ചെന്നപ്പോൾ ഇവരിങ്ങനെ ഒരു വലിയ മറ്റേ 3D ആയതുകൊണ്ട് തന്നെ വലിയൊരു മോണിറ്റർ, ഒരു വലിയ സ്ക്രീൻ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം കണ്ടത്. അപ്പോൾ അവരെന്തോ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പം ഞാൻ ക്യാരവനിലായിരുന്നു. അപ്പോൾ ശങ്കർ സാർ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനോട് പറഞ്ഞു, പുള്ളിനെ വിളിക്കാൻ പറഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചു. ശങ്കർ സാർ വിളിക്കുന്നത് ചെന്നപ്പോഴാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അപ്പം അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു, ചെന്നോളൂ അവരോട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് ഇങ്ങനെ 2 അടി മാറി പുറകെ മാറി ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഞാൻ ഉണ്ടായി ഇങ്ങനെ ശങ്കർ സാർ ഇങ്ങനെ നോക്കിയിട്ട് ശങ്കർ സാർ ചാടി അങ്ങ് എഴുന്നേറ്റ്. ഇത് കണ്ട് രജനി സാറും ചാടി എഴുന്നേറ്റ്. കാര്യം അവരെല്ലാവരും അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ ബഹുമാനിക്കും. ഇപ്പം ഞാൻ എന്ത് പറയണമെന്ന് അറിയാം. അപ്പോൾ ശങ്കർ സാർ ഇങ്ങനെ പറയുന്നുണ്ട്, ദൃശ്യത്തിൽ അഭിനയിച്ച ആളാണ്, നമ്മുടെ മറ്റേ മിനിസ്റ്റർ ക്യാരക്ടർ ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ മറന്നുപോയി. ആക്ച്വലി അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക, രജനി സാറിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് ഒരു ചെറിയൊരു ഒരു സാധാരണ ഒരു ജുബയും ഒരു പാൻറ്റും ഒരു ചെറിയൊരു ചപ്പലും ഒക്കെ ഇട്ട് വിഗ്ഗൊന്നും വെക്കാതെ നരച്ച മുടിയൊക്കെ ആയിട്ട് ഒരു സാധാരണ മനുഷ്യൻ. അതിന് ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിന് ലിഫ്റ്റിൽ കയറ്റി അങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് പോയിരുന്നപ്പോഴേ ഓർത്ത് ഇത് ആരെയാണ് ഞാൻ കണ്ട, ശരിക്കും ഒരു വല്ലാത്ത ഷോക്കായിപ്പോയി. ഞാൻ കുറേ നേരം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. നമ്മൾ വലിയൊരു ഭാഗ്യമാണ് അതൊക്കെ. അതും ഈ 3Dയിൽ അഭിനയിക്കൂടെ. അതെ 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 മൊത്തം സെറ്റപ്പ് വേറെ മൊത്തത്തിൽ. ഈ ഇപ്പം ഇത്രയും ഇതൊക്കെ അച്ചീവ്മെന്റ്സ് ആണല്ലോ ലൈഫിൽ. ഈ ഒരു മൈ ഡിയർ കരടിയിൽ നമ്മൾ പറയുന്ന ഒരു ജേണിയുടെ ഇനീഷ്യൽ പോയിന്റ് അവിടെ നിന്ന് തുടങ്ങി പല സിനിമകൾ, അതിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ വലിപ്പം പലതായിരിക്കാം, ഇമ്പാക്റ്റ് പലതായിരിക്കാം. ഇതിൽ പറഞ്ഞ 2.0 എത്തുന്ന ഒരു അച്ചീവ്മെൻറ്റ്, അല്ലാതെ വരുന്ന ലീഡ് ക്യാരക്ടേഴ്സ് ആണ് അച്ചീവ്മെൻറ്റ്. ഇതിൻ്റെ ഒരു ലോങ് പ്രോസസ്സിൽ ഈ അച്ചീവ്മെൻറ്റ്സ് തരുന്ന സന്തോഷം അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിൽ ഈ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഹാപ്പി ആവുന്നതാണോ, കൺട്രോൾഡ് ആണോ, സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, എന്താ ശരിക്കും? തീർച്ചയായിട്ടും എന്താണ് ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതങ്ങനെ ഒരുപാട് അങ്ങനെ നിൽക്കാറില്ല. അതിപ്പം സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കാറില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതങ്ങ് പോകും. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ല, അത് ആ ഒരു വിളി വന്ന ആ ഒരു സമയമുണ്ടല്ലോ, നമ്മൾ ആ സിനിമയിലോട്ട് വിളിച്ചു, നമ്മൾ അതിൽ അഭിനയിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ അഭിനയിച്ച ആ ഒരു മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളതാണെങ്കിലും അത് കഴിയുമ്പോൾ അതങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് മാറി. ഇപ്പം റാൽഫ് ചോദിച്ചപ്പോഴാണ് ആ സിനിമയിൽ അഭിനയിച്ച കാര്യം ഞാൻ ഇപ്പം പെട്ടെന്ന് ഓർക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ അതങ്ങ് വിട്ടു. അതെല്ലാ കാര്യങ്ങളും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോവും. അത് നല്ല കാര്യങ്ങളും പോവും, മോശം കാര്യങ്ങളും പോവും. അതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം. നമുക്ക് ഒന്നിനെക്കുറിച്ച് കൂടുതൽ ടെൻഷനൊന്നുമില്ല, ഒരു ടെൻഷനില്ല. നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് അത് ചെയ്യാൻ പറ്റൂല, അതൊന്നും അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ആക്കുന്നല്ല, അങ്ങനെ ആണ് ഞാൻ പണ്ട് മുതലേ അങ്ങനെ. നല്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ പഴയ ഞങ്ങളെ കലാഭവനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. സുരാജൊക്കെ ആണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അവർക്ക്. അത് പറയുമ്പോൾ ഓർക്കുന്നത് ഞാനും അന്ന് ഉണ്ടായിരുന്നല്ലോ എന്ന്. പക്ഷേ ഞാനിത് മറന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്താ ഇത് മറന്നു പോകുന്നതെന്ന് ഓർക്കുക. അവർ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനും ഉണ്ടായിരുന്നല്ലോ എന്നെന്ന് പറയും. അപ്പം അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലില്ല. രണ്ട് തരത്തിലും കൊണ്ടുമില്ല, അതുമില്ല. നമ്മളെ ആരെങ്കിലും നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചില സമയത്ത് ചിലർ പറയും ഇയാളല്ലേടാ നിൻ്റെ പണ്ട് മറ്റേ ആ സിനിമയിൽ മറ്റേ അത് വേണ്ടെന്ന് പറഞ്ഞാൽ, അല്ല മറ്റേ പ്രോഗ്രാം നിന്ന് ഈ വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ. അപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്, ഓ പുള്ളി അങ്ങനെ. ഒരു ദേഷ്യമില്ല ഉള്ളിയോട്, അപ്പോൾ ഒന്നുമില്ല മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും കൂളായിരിക്കുന്ന സമയത്തേക്ക് വളരെ രസമുള്ള കാര്യമായിട്ട് തോന്നുന്നത്, ഈ ദൃശ്യം 3 അഭിനയിക്കുന്നുണ്ടോയെന്ന് കുറച്ച് കാലം മുന്നേ ഒരാൾ വീഡിയോയിൽ ചോദിക്കുന്നു. ഇല്ല, വിളിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ വിളിക്കില്ലേ, ഷൂട്ട് തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞ് അവിടെ സർപ്രൈസ് ആയിട്ട് പ്രീ ഇൻ്റർവെൽ സീക്വൻസിൽ സഹദേവനെ റിവീൽ ചെയ്യുന്നു. ആ ഒരു ഇൻസിഡന്റിനെ പറ്റി പറയണം. ഒപ്പം ദൃശ്യം 3 FDFS തിയേറ്ററിൽ എന്തായിരുന്നു അത്? ആക്ച്വലി ഞാനത് പറഞ്ഞത് കരം സിനിമ റിലീസായ ദിവസം ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ മീഡിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇത് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക, ഒരിക്കലും ഇത് റിവീൽ ചെയ്യാൻ പാടില്ല.
അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പക്ഷേ എൻ്റെ ഉള്ളിലും ഉണ്ടത് ഈ മറ്റേ ഇന്നസെൻ്റ് ഏതോ ഒരു സിനിമയിൽ ഓടിച്ചുകൊണ്ട് പറമ്പിൽ നിന്നിട്ട് പറയത്തില്ല, എനിക്കറിയാം ഞാനേ കണ്ടുള്ളൂ ഇത് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞവർ വിളിച്ച് പറയണമെന്നുണ്ട്. ഞാൻ ദൃശ്യം 3-ലുണ്ട്, സഹദേവൻ ഞാൻ അഭിനയിക്കുന്നു എന്ന് എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ട്. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ട് ജിത്തുവായി പറഞ്ഞിട്ടേക്കാണ് ആരോടും പറയാൻ പാടില്ല എന്ന്. അതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ പക്ഷിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിയേറ്റേഴ്സിൽ പോയില്ല. ഞാൻ ഫാമിലിയായിട്ട് നമ്മുടെ സെൻട്രൽ സ്ക്വയറിലാണ് പോയത്. അപ്പം എനിക്കറിയാം അവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. പക്ഷേ കവിതയിലും അവിടെ ഒന്നും പോയില്ല. കാര്യം അറിയാമല്ലോ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചോദിക്കും, പെട്ടെന്ന് തന്നെ അതങ്ങ് സ്പ്രെഡാവും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ഇവിടെ പോയത്. പക്ഷേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു, ഒരുപാട് സന്തോഷം തോന്നി. എന്താണ് നമുക്കൊരു അഭിമാനിക്കാവുന്ന വലിയ ദൈവാനുഗ്രഹമാണത്. ഇതുപോലൊക്കെ ഒരു സിനിമയിൽ ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുന്നു. ആ സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഈ മുന്നേ നമ്മൾ സംസാരിക്കുമ്പോൾ ദൃശ്യം 2-ൽ ആഗ്രഹിച്ചു വിളിച്ചില്ല, എന്നാൽ അവിടെ ദൃശ്യം 3-ൽ പാർട്ടാവാണല്ലോ. സഹദേവൻ ഉറപ്പായിട്ടും 1-ൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നായിരുന്നു സഹദേവൻ എന്നുള്ള ക്യാരക്ടർ തന്നെ. അയാളുടെ ഒരു കംബാക്ക് ദൃശ്യം 3-ൽ വരുന്നു. ഇത്തവണ എനിക്ക് കൂടുതൽ രസമായി തോന്നിയത് ഇയാൾ കൂടുതൽ ചലഞ്ച് ചെയ്യുന്നുണ്ട് ജോർജ് കുട്ടീനെ. എന്നാൽ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും 1-ൽ സഹദേവൻ എങ്ങനെ ജോർജ് കുട്ടിയെ പേടിപ്പിച്ചോ, സെയിം ഉൾട്ട ജോർജ് കുട്ടി സഹദേവനെ പേടിപ്പിക്കുന്നു. അതിനകത്തോടിയതാണെങ്കിൽ ഇയാൾ കാല് പിടിക്കുകയാണ്. ഒരു പേ ബാക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. ശരിക്കും ദൃശ്യം 3 അതിന് കിട്ടുന്ന ഈ പോസിറ്റീവ് റെസ്പോൺസ് അതെല്ലാം ഈ ആക്ടർ ഷാജോണിന് ഭയങ്കര ബൂസ്റ്റിംഗ് ആണോ? രണ്ടും നെഗറ്റീവും കിട്ടുന്നുണ്ട്, പോസിറ്റീവും കിട്ടുന്നുണ്ട്. രണ്ടും അതിൻ്റെതായ രീതിയിലാണ് എടുക്കുന്നത്. ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നുന്നത് നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സിനിമ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് കാണാനല്ലോ, അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് എന്ത് പറയുന്നോ നമ്മളത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അവർ നമ്മളെപ്പറ്റി നല്ലത് മാത്രമേ പറയാവുള്ളൂ. നമുക്ക് വാശി പിടിക്കാൻ പാടില്ല. ആഗ്രഹിക്കാം നമുക്ക് നമ്മുടെ സിനിമ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എല്ലാവരും ഒന്ന് ഗംഭീരമായിട്ടുള്ളൊന്ന് പറയണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അത് നടക്കില്ല. 100% എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു കലാരൂപവും ആരും ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റുകയില്ല. കാര്യം എല്ലാവരുടെയും അഭിരുചികൾ വേറെയാണ്, ഓരോ ടേസ്റ്റാണ് ഓരോരുത്തർക്ക്. അപ്പോൾ അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡും ഉണ്ട്, അതിൻ്റെ നെഗറ്റീവ് സൈഡും ഉണ്ട്. രണ്ടിനെയും ബഹുമാനത്തോടു കൂടി മാനിക്കുന്നു. നന്നായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം കുറച്ച് പേർക്ക് അവർക്ക് മീൻസ് ചില ഏരിയാസാണ് അവർ പറയുന്നത്, പ്രത്യേകിച്ച് എൻ്റെ കണ്ണ് ചുമന്ന ആ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ക്ലൈമാക്സ് പോർഷൻസ്, അങ്ങനെ കുറച്ച് ഏരിയാസ് അങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ബഹുമാനത്തോടെ അത് മാനിക്കുന്നു. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഏരിയ ഒന്നും വന്നിട്ടില്ലായിരിക്കാം. പക്ഷേ ആ സമയത്തും അതിനെന്താണ് ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾക്കൊരു ഫ്രീഡം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ആ ക്യാരക്ടറിനെ കൊണ്ടുവരാം. അത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ഈ എല്ലാവരുടെയും മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജിത്തുവായോട് ഞാൻ ചോദിച്ചിരുന്നു ഈ ക്ലൈമാക്സ്. ഇപ്പം റാൽഫ് പറഞ്ഞ ക്ലൈമാക്സ് പോർഷനെ പറ്റി ചോദിച്ചപ്പം ജിത്തു പറഞ്ഞു, ഷാജോണെ എത്ര വലിയ ഒരു ഗുണ്ടയാണ്, വില്ലനാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് സ്വയം പേടിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ഗ്യാങ് ഒക്കെ ഒരു ഗുണ്ട നേതാവാണെങ്കിൽ കൂടി അയാൾ ഒറ്റയ്ക്കൊരുത്തൻ്റെ മുന്നിൽപ്പെട്ട് അയാളൊരു വെട്ടാനൊരു വാളോ കത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ കാലെ പിടിച്ച് കരയോ ഇറങ്ങി ഓടുകയോ അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. നേരെ നിന്ന് ഇടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ് സിനിമയിൽ വേണമെങ്കിൽ പറ്റും. പക്ഷെ അങ്ങനെ അല്ലാത്ത റിയൽ ലൈഫിലുള്ള ആൾക്കാരും ഉണ്ട്. നമ്മളിത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു ഡയറക്ടറുടെ ഒരു റൈറ്ററുടെ വ്യൂ പോയിന്റിൽ കാണുമ്പോൾ അതിനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇയാൾ ചാവാതിരിക്കാൻ വേണ്ടി ഇയാൾ ചിലപ്പം കാലെ പിടിച്ച് കരയും, വേണം ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരാമെന്നൊക്കെ ചിലപ്പം സഹദേവൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒരാളാണ് സഹദേവൻ. ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ഇതിൽ പുള്ളി ഓടി മാറി നിൽക്കണമെന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിയ ആളാണ്. അതിൻ്റെ വേറൊരു വേർഷനാണ് ഇതിൽ. ചിലപ്പം അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചിലപ്പം 4-ലോ 5-ലോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഓർമ്മയുണ്ട്. അറിഞ്ഞൂടാ, 4 എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിങ്ങനെ നിർത്തിയേക്കുന്നത് കൊണ്ട് ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം ട്രൈ ചെയ്യാതിരിക്കില്ല ജിത്തുഭായി. അതങ്ങനെ നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഈ കണ്ണ് ചോവുന്നത് അതിൽ രസമുള്ള സാധനമായിരുന്നു. എന്തായാലും കണ്ണീർ ചോരയില്ലാത്തവരല്ല സഹദേവൻ, ആവശ്യത്തിലധികം ചോരയുണ്ട്. എന്താ ശരിക്കും അതെന്തായിരുന്നു അതിലൊരു ഐഡിയ കൺസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അതങ്ങനെയാണ്. കാര്യം ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ തന്നെ ജിത്തുഭായി പറഞ്ഞത്, ഇയാളെ ഇൻ്റർവെല്ലിന് കാണിക്കുമ്പം ആൾക്കാരൊന്നും ഞെട്ടണം. അത് റെഫറൻസ് പറഞ്ഞത് നമ്മുടെ വാസുവണ്ണനെ തന്നെയാണ്, കുഞ്ഞിക്കൂനില്ല. കാര്യം കുഞ്ഞിക്കൂനിൽ നമ്മുടെ സായിച്ചേട്ടൻ ആ ലോറിയെ വന്ന് ഇറങ്ങും പറയും, ദൈവമേ ഇയാൾ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കും, ഇയാളെ കാണുമ്പോൾ അറിയാം ഒരു ദയയില്ല ഒന്നുമില്ല, ഇയാൾ ഇവരെ നല്ല പണി കൊടുക്കുമെന്നറിയാം. ആ ഒരു ഫീല് വരണം എന്നാണ് ജിത്തുവായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കണ്ണിച്ചിരി റെഡാക്കാം.
അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അറിയാലോ, നമുക്ക് ഗ്ലിസറിൻ ഇട്ടാൽ മതി, നമ്മളൊന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് റെഡായിട്ട് വരും. പക്ഷേ അത് ഒരുപാട് സമയം നിൽക്കില്ല, അപ്പോൾ തന്നെ അങ്ങ് ഡൗൺ ആവും. ഇതാകുമ്പോൾ ഇത് ചുണ്ടപ്പൂ എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അത് അൽഫിന് അറിയാമെന്ന് വിചാരിക്കും. കുറച്ചുകൂടെ പണ്ട് മലയാള സിനിമയിൽ റെഗുലറായി ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ കഥകളി നടന്മാർ ഉപയോഗിക്കുന്നുണ്ട് കുറേ സമയം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അവരുടെ ചുണ്ടപ്പൂ വളരെ റെയറായിട്ട് അത് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു തരി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ അങ്ങനെ. പക്ഷെ കുഴപ്പം അത് ഒരു കുറേ സമയം കഴിഞ്ഞ് ഇതിൻ്റെ ഇത് കൂടി വരും. അത് കഴിഞ്ഞ് ഇത് ഡൗൺ ആവുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇത് ഡൗൺ ആക്കാൻ നോക്കിയാൽ അത് നടക്കത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ചയാണ് ചില ഷോട്ടുകളിൽ പറ്റിയിട്ടുള്ളത്. അംഗീകരിക്കുന്നു. അത് നമ്മുടെ ഈ ട്രോളുകളൊക്കെ കണ്ടിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നമ്മളത് എൻജോയ് ചെയ്യണമല്ലോ. അതെ, എന്തായാലും അത് കഴിഞ്ഞ കാര്യമാണ്. നമ്മളതിനെക്കുറിച്ച് ഓർത്ത് കഷ്ടായിപ്പോൾ അത് ആൾക്കാർ ട്രോളുന്നുണ്ടല്ലോ, ഇനി എന്ത് ചെയ്യുന്ന നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മളത് എൻജോയ് ചെയ്യുക. അതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇനി അത് സൂക്ഷിക്കണം. നെക്സ്റ്റ് ടൈമിൽ ഇനിയിപ്പോൾ ചോരക്കണ്ണൻ്റെ എന്തെങ്കിലും ചെയ്യേണ്ട വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പറയുമ്പോഴേ ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളെ പറ്റി ഒരു സിനിമയിൽ കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പം അതിൽ ഭയങ്കര എക്സൈറ്റിംഗ് സാധനമാണ് ഒരു ASIയുടെ മകൻ. ഉറപ്പായിട്ടും 100 പോസിബിലിറ്റികളിൽ 80 സർക്കാർ ജോലിയായിരിക്കാം. അവിടുന്ന് ഈ പറഞ്ഞ മിമിക്രി കല എന്നുള്ളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അതിൻ്റെ പാത്ത് പിന്തുടർന്ന് മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ട് മാറുന്നു. ഈ ജേണി എളുപ്പമല്ല എന്നറിയാം, പക്ഷെ ഇതിന് തുടക്കം എളുപ്പമായിരുന്നു. ഇതിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അത്ര ഈസി ആയിരുന്നു ശരിക്കും. എന്താണെന്നറിയാം, ചാച്ചൻ ASI അല്ലായിരുന്നു, പോലീസുകാരനായിരുന്നു. ചാച്ചൻ കോൺസ്റ്റബിളായിട്ട് റിട്ടയർഡ് ആയതാണ് വിജിലൻസിൽ നിന്ന്. ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയും കുറച്ച് കലയോട് ഇഷ്ടമുള്ള ആളുകളായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരില്ല. എല്ലാവരും അത്യാവശ്യം പാടും, അങ്ങനത്തെ ഒക്കെ ഉള്ളവരാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 4-5 ദിവസം മുമ്പേ തുടങ്ങുക, എല്ലാവരും ചേർന്നിരുന്ന് പാട്ട് പാടുക, ഗാനമേള നടത്തുക, ഇതൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് കലാകാരന്മാരോട് വലിയ ഇഷ്ടമായിരുന്നു, കലാകാരന്മാരെ വലിയ ബഹുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനും ഞങ്ങൾ 2 ആൺപിള്ളേരാണ്. ഞങ്ങൾ 2 പേരും മിമിക്രിയിലേക്ക് കിടന്നപ്പം ചാച്ചനും അമ്മച്ചി ഒരിക്കലും എതിർത്ത് പറഞ്ഞിട്ടില്ല. അച്ചായൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പഠിക്കാൻ അത്ര വലിയ മിടുക്കനുമല്ലായിരുന്നു, എന്നാലും അതിനെ എതിർത്തിട്ടില്ല. ഇങ്ങനെ ചാച്ചൻ പോലീസിലായിരുന്നു, അമ്മച്ചി നേഴ്സായിരുന്നു മെഡിക്കൽ കോളേജ് കോട്ടയത്ത്. അപ്പോൾ എന്നാലും അവർ 2 പേരും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി മേടിക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മിമിക്രിയിലേക്ക് വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പുഷ്കര കാലമാണ്. അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് കാര്യങ്ങൾ, അങ്ങനെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളൊന്നും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. നമ്മൾ മിമിക്രിക്കാരനായി അറിയാതെ മിമിക്രി വന്ന് ഏതോ ഒരു നിമിത്തം പോലെ നമ്മൾ എറണാകുളത്തേക്ക് പറിച്ച് നടപ്പെടുന്നു. അതും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത അങ്ങനെയല്ല, അതൊക്കെ ദൈവം ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേര് എറണാകുളത്തേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാമൊന്നും ചെയ്യാൻ വേറെ ടീമില്ല. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് എറണാകുളത്ത് നമ്മളുടെ കലാപ റഹ്മാനിക്ക, ജാഫർക്ക, നമ്മൾ ഇടുക്കി ജാഫർക്ക, ഇവർ 2-3 ജോളിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു പാട്ടുകാരാണ്. ജോളിച്ചേട്ടനാണ് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ടീമുകളുണ്ട്, ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് വന്ന് കണ്ടു. അതിനകത്ത് നിന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ലത് എറണാകുളത്തേക്കൊന്ന് പോകണമെന്ന്. പക്ഷേ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തത് എന്നെയും വേറെ 2 പേരെയാണ്. സോണിച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ, ഷായിച്ചൻ. ഞങ്ങളങ്ങനെ റഹ്മാനൊക്കെ കൊച്ചിയിൽ വരുന്നു, അവിടെ നേരെ കലാഭവന് വരുന്നു. കലാഭവന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, മണിച്ചേട്ടനൊക്കെ വിലസുന്ന മണിച്ചേട്ടൻ പോയാൽ തൊട്ട് കഴിഞ്ഞുള്ള ബാച്ചാണ്. അപ്പം മണിച്ചേട്ടൻ്റെ പേര് പറയുമ്പോൾ മുതലുള്ള കൈഡി കണ്ടിട്ടാണ് നമ്മുടെയൊക്കെ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്നൊരാഗ്രഹം. എന്നാലും സ്വപ്നമാണത്, പ്രതീക്ഷയൊന്നുമില്ല. നാളെ നമ്മൾ സിനിമ നടനാമെന്ന് പ്രതീക്ഷയൊന്നുമില്ല, ഒരാഗ്രഹമാണ് നമുക്ക് ആയാൻ പറ്റും. മണിച്ചേട്ടൻ്റെ മാരുതി സെന്നൊക്കെ ഓടിച്ചുകൊണ്ട് കലാഭവന് വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നമുക്കൊക്കെ എന്തെങ്കിലും കലാഭവൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വരണം, ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷെ അത് ദൈവം അനുഗ്രഹിച്ച് നമ്മളെന്തിനെങ്കിലും വേണ്ടി അതിയായി ആഗ്രഹിക്കുമ്പോൾ പിന്നെ ഞാനതിൻ്റെ പുറകെ നടന്നോ അതിനുവേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ ആഗ്രഹം സത്യമായിരുന്നു, പക്ഷേ നമ്മൾ ചെയ്ത ജോലികൾ നമ്മൾ 100% ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ചെയ്ത ജോലി, നമ്മൾ മിമിക്രി ആണെങ്കിൽ മിമിക്രി നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞപ്പം മൈ ഡിയർ കരടി പറഞ്ഞതുപോലെ അതിനകത്തോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ 100%. അതിനകത്ത് നമ്മൾ ഒരു വെള്ളം ചേർക്കലോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ദൈവം ഈ പറയുന്നത് പോലെ നമുക്കൊരു സിനിമകളും ഒക്കെ ഒരു വന്നു, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനാക്കി ഇപ്പോഴും സിനിമകൾ കൊണ്ട് തരുന്നു, നമ്മൾ അഭിനയിച്ച് പോകുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഞാൻ 100%ആണ്. പ്രൊഫഷണലിസം നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, ആരുടെ അവസരങ്ങൾ തട്ടിപ്പറിക്കാറില്ല, ആരെയും വേദനിപ്പിക്കാറില്ല, മനഃപൂർവ്വം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത്രയും ആത്മാർത്ഥമായി നിൽക്കുമ്പോഴും എനിക്കതിൽ അടുത്തൊരു സംശയമുള്ളത്, ഇതിൽ നമ്മൾ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചാലും ചിലപ്പോൾ ചെറിയ വേഷങ്ങളായിരിക്കാം. വൺസ് ഇത് നോട്ട് ചെയ്യപ്പെടണല്ലോ, ഈ പുള്ളി കൊള്ളാം,
ആ ക്യാരക്ടർ ചെയ്ത ആള് കൊള്ളാം, ഇവനെ നമുക്ക് അടുത്ത പടത്തിൽ ഇന്ന ക്യാരക്ടറോട്ട് പ്ലേസ് ചെയ്യണം. അതൊരു മറ്റേ $1 മില്യൺ മൊമെന്റ് എന്ന് പറയുന്ന പോലെ അതടിക്കുന്നത് ഏത് ടൈമിലെന്ന് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതിലോട്ട് എത്താനുള്ള ജേണി ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു വേഷങ്ങളായിരിക്കാം. അതിൽ എനിക്ക് തോന്നുന്നു ഈ തിളക്കം വരുന്നുണ്ടെങ്കിലും ബാംബു ബോയ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും രാജമാണിക്യത്തിലാണ് കുറച്ചും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യപ്പെടുന്നത് ഈ ക്യാരക്ടർ. അയാൾക്കൊരു അവിടെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് മമ്മൂക്കയോടൊപ്പമുള്ള കോംബോയും കൂടിയാണ് വരുന്നത്. അതുവരെയുള്ള ജേണി. ഇതിൽ ഈ മടുപ്പ് വരാം മനുഷ്യന് കംപ്ലീറ്റ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തേക്ക്. എന്നാൽ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതിനുള്ള ഫയർ എന്താ ശരിക്കും? ഞാൻ പറഞ്ഞില്ലേ ആൽഫ, നമ്മളിത് പ്ലാൻ ചെയ്യാതെ വന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മളൊരു സാധനം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുന്നത്. അത് പ്ലാൻ ചെയ്തിട്ടില്ല. പോകുന്ന പോക്കിൽ ഒഴുക്കിനൊപ്പം അങ്ങ് പോകാമെന്ന് പറയത്തില്ല, അങ്ങനെയുള്ളൊരു പോക്കാണ്. അപ്പം നമ്മൾ കലാഭവന് വന്നു, അത് കഴിഞ്ഞിട്ട് കലാഭവനിൽ നിന്ന് ഇങ്ങനെ ഈ മൈഡിയർ കരടിയിൽ നിന്ന് പിന്നെ സിനിമയിലെത്തി. അപ്പം സിനിമയിലുണ്ടായിരുന്ന ഉദയേട്ടൻ, സിബിച്ചേട്ടൻ, തോമസ് ഡയറക്ടർ, അങ്ങനെ കുറേ പരിചയമായി. പിന്നെ അവരേത് സിനിമ എടുത്താലും പോലീസുണ്ടോ ഷാജോൺ, അപ്പോഴങ്ങ് എഴുതി വെക്കുക, എടാ മറ്റന്നാൾ ഇന്ന ദിവസം കേട്ടോ പോയേക്കുക. അവിടെ നിന്ന് എത്ര രൂപ കിട്ടുമെന്നോ ഡയലോഗ് ഉണ്ടോന്നോ എത്ര സീനുണ്ടോന്നോ ഒന്നുമില്ല. നമ്മുടെ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ എന്ന് പറയുന്നത് കമൽ സാറിൻ്റെ പടം. അതിനകത്ത് പുലി ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ ഫസ്റ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ഓപ്പണിങ് കിട്ടുന്നത്. അത് അവിടുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അത്യാവശ്യം നല്ല നല്ല സിനിമകൾ ഈ പറഞ്ഞ തിളക്കമാണെങ്കിലും ഒക്കെ വന്ന് തുടങ്ങിയത്. ഈ പിന്നെ ഒരു മൊമെൻറ്റ് വേണമല്ലോ നമ്മളൊന്ന് പുള്ളി കൊള്ളാം എന്ന് പറയുന്ന കാര്യം. ഇവരെല്ലാവരും നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ ആരും ഒരു ധൈര്യം കാണിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് മൈ ബോസ് എന്ന് പറയുന്നൊരു പടം സംഭവിക്കുന്നു. ജിത്തുഭായി തന്നെ അവിടെ വന്ന് നമുക്കൊരു നല്ല ലൈഫ് കിട്ടുന്നൊരു ക്യാരക്ടർ വന്നു. അതിൻ്റെ നെക്സ്റ്റ് ഇയർ ആയിരുന്നു ദൃശ്യം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അല്ലാതെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന വർഷം നമ്മളൊരു നടനാവണം എന്ന്, നല്ല സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണല്ലോ അതായില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വരുന്നത്. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാംസാണ്, ഷോസ്. നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല, മനസ്സിലായല്ലേ? വർഷത്തിൽ എത്രയോ തവണ നമ്മൾ ഗൾഫിലോട്ട് പോകും. നമ്മൾ വന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞ് വന്നപ്പോൾ യൂറോപ്പിന് പോകുന്നു, അത് പിന്നെ ഗൾഫിന് പോകുന്നു. ഇങ്ങനെ ഓടി നടക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ സിനിമാ നടനാവണം, സിനിമയെ നമുക്ക് ചെയ്യണം, നമ്മളൊരു അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളൊരു, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി ചില സമയത്ത് തോന്നും അതാണ് നല്ലത്. നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച്. അപ്പം പിന്നെ ഇപ്പോൾ മനസ്സിലായി നമ്മളുടെ പ്രതീക്ഷകൾക്കൊപ്പം ഒന്നും ഇപ്പോഴും കാര്യങ്ങൾ സംഭവിച്ചൊന്നും വരില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ലാലേട്ടൻ എന്തിട്ട് മോനെ നന്നായിരിക്കുന്നു ഏട്ടാന്ന് പറഞ്ഞാൽ അതെന്നെ വലിയ കാര്യമല്ലേ എന്ന് ലാലേട്ടൻ പറയും. സത്യമല്ലേ? അത് ഒരു ചെറിയ വാക്കാണെങ്കിലും ലാലേട്ടൻ പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ അത്? നമുക്കിങ്ങനെ ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നൊരു വലിയ കാര്യമാണ്. എൻ്റെ മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ ഒരിക്കലും ഞാനിവിടെ വന്നിട്ട് ആൽഫിൻ്റെ മുമ്പ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ മറ്റേ പടം അത് പൊട്ടി, മറ്റേ പടം ചെയ്യാൻ പറ്റുമോ, നീ പോകുന്നു, അങ്ങനൊന്നും ചിന്തിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മൾ ഈ മൊമെൻ്റ് നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുക. സിനിമ വരും, സിനിമ ചിലപ്പോൾ പൊട്ടും, ചിലപ്പോൾ നന്നാവും. നമ്മൾ നമ്മൾ നന്നായിട്ട് ചെയ്യുക, കറക്റ്റായിട്ട് പോവുക, അഭിനയിക്കുക, ഉള്ള പൈസ മേടിക്കുക, ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, കുടുംബമായിട്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊന്നും ഉണ്ടാവുന്നത് കുടുംബമാണ്. ആ കുടുംബത്തെ നമ്മൾ നോക്കുക, അവരുമായിട്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കി എല്ലാം പുറത്താണ്, മനസ്സിലായില്ല? നാളെ നമുക്കൊരു സിനിമ കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തോളൊക്കെ ഇടാൻ വരുന്നവരും നമ്മളെ വണ്ടി കൊണ്ടുപോകാനും ഫംഗ്ഷൻ വിളിക്കാൻ വരുന്നവരും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഭാര്യയും പിള്ളേരും കാണുമെന്ന് പറഞ്ഞുകൂടെ, ഭാര്യ മാത്രമുണ്ട്. അതുകൊണ്ട് മാക്സിമം അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മുടെ ജോലിയാണ്. ഇത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. മറ്റതൊക്കെ ജോലിയാണ്, അത് ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലായിരിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ഇതൊന്നും ഉണ്ടാവണം, ഫാമിലി അത് മെയിൻറ്റെയിൻ ചെയ്യാതെ, അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ പുറത്ത് ഈ പറഞ്ഞ ഷോയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ പോകുന്നുണ്ടല്ലോ. ആദ്യം ഇതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പോയ സ്ഥലത്തിന് പിന്നെയും പോകുന്നുണ്ടാവാം. അത് ശരിക്കും കരിയറിൽ വേറൊരു ഫേസ് അല്ലേ? നമ്മളിപ്പോൾ ഈ വർഷത്തിൽ ഇതൊരു സീസണാണ്, ഈ ടൈമിൽ നമ്മൾ ഇന്ന ഷോകളുണ്ടാവും, അവിടെ പോയി പെർഫോം ചെയ്യുക, അവിടുത്തെ മലയാളികളുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നു, അവിടെ കിട്ടുന്നൊരു വാല്യൂ, അവിടെ കിട്ടുന്ന കൈയടികൾ. ഒരുപക്ഷെ അവർക്ക് മറ്റേ മരുഭൂമിയിലെ മഴ പോലെ
അവരുടെ ഹാപ്പിനെസ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഷോ കൊണ്ട് എല്ലാ വർഷവും വരുന്നതായിരിക്കാം. ആ ഒരു എറ എങ്ങനെയായിരുന്നു ശരിക്കും? അതൊരു വല്ലാത്ത ഫീലാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മറ്റന്നാൾ ലാലേട്ടൻ്റെ ഒപ്പം UK പോവാണ്, പ്രോഗ്രാമിന് പോവാണ്. അതൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ് നമുക്കത്. അത് സിനിമ അഭിനയം പോലോ വേറൊന്നും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമല്ല, അതിനൊക്കെ അപ്പുറമാണത്. കാര്യം നമ്മളതിനു വേണ്ടി റിഹേഴ്സൽ ചെയ്യുന്നു, നമുക്കൊരു നല്ലൊരു സ്കിറ്റ് ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ടീമിനെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. ഇപ്പോൾ ഈ പോകുന്ന ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു ഈഗോ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റ മനസ്സോട് നിന്ന് നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഓക്കെ അടിപൊളി, എന്നാൽ അത് മറ്റേതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടീമും കൂടെയാണ് അടിപൊളിയാണ്. അപ്പോൾ അത് ഞങ്ങൾ പോകുമ്പോഴെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാര്യം പ്രോഗ്രാമും കൂടെ നന്നായാൽ അടിപൊളിയാണ്, മനസ്സിലായില്ലേ? നമുക്കതൊരു വേറൊരു ഫീലാണത്. നമ്മളെല്ലാം മറന്നിട്ട് നമ്മളൊരു മുൻപെന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസമാണത്, ഒരു മാസക്കാലം തകർപ്പായിരിക്കും ഇവിടത്തുള്ള പ്രോഗ്രാമിൽ. അവിടെ ചെന്ന് ഒരു 2-3 ഷോ കഴിയുമ്പോൾ, മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, മുമ്പത്തെ പറഞ്ഞാൽ ഒരു മാസമാണ് നമ്മൾ പോകുമ്പോഴൊക്കെ ഒരു 15-16 ഷോസൊക്കെ കാണും ഗൾഫിലൊക്കെ. അപ്പോൾ ആദ്യത്തെ 2 ഷോ കഴിയുമ്പം എല്ലാം സെറ്റാണ്. പിന്നെ കാണാപ്പാടെ ഏതുറക്കത്തി സ്റ്റേയിലോട്ട് കയറ്റി വിട്ടാലും ഇത് കംപ്ലീറ്റ് കാണാതെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോരുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ആ 2 ഷോ കൂടെ കഴിഞ്ഞാൽ പിന്നെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗ്യമൊന്നും ഇപ്പോഴത്തെ കലാകാരന്മാർക്കൊന്നും കിട്ടില്ല. ആ സമയത്തുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഇപ്പോൾ ഈ ഓൺലൈൻ ഒരുപാട് ഒക്കെ ഉള്ളത് കൊണ്ട് പാട്ടാണെന്നുണ്ടെങ്കിലും സ്കിറ്റുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ റിസ്ക് ആണ്, നമുക്ക് ടെൻഷനാണ്. ആ സമയത്ത് അതില്ലല്ലോ. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതാണ്, അത് ഫ്രഷാണ് ആൾക്കാർക്ക്. ഇപ്പോൾ ഒന്നും ഫ്രഷ് അല്ലല്ലോ. അതുകൊണ്ട് ആൾക്കാർ ആർട്ടിസ്റ്റുകളെ കണ്ടും പുതുമ പോയി. മറ്റത് അങ്ങനെയല്ലല്ലോ. നമ്മൾ ചെല്ലുമ്പോൾ അവർ ഗൾഫിലുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ കാണാൻ താഴെ ആൾക്കാർ വരുന്നു, നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നു, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തരുന്നു, ഗിഫ്റ്റ് തരുന്നു. അവരെ സംബന്ധിച്ച് ഒരു സന്തോഷമാണ്. ഇപ്പം അങ്ങനെയില്ല, പക്ഷെ ആ സ്നേഹത്തിന് അവർക്ക് കുറവൊന്നുമില്ല നമ്മളിപ്പോൾ ചെന്നാലും. പക്ഷെ പഴയ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കും പോയിട്ടുണ്ടാവും. കുറച്ച് കാര്യം ഇത് ഡെയിലി കാണുന്നതുകൊണ്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് വേറെ ഒരു എക്സ്പീരിയൻസ്. ആ സ്റ്റേജിൽ നിന്ന് കിട്ടുന്നൊരു കയ്യടി, ആ സമയത്തുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അത് ഒരുപാട് മറ്റേ നമ്മൾ ഈ മെമ്മറിയിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഒരുപാട്. പ്രത്യേകിച്ച് ഞങ്ങൾ പോയിട്ടുള്ളതൊക്കെ എല്ലാം മെമിക്രി. ഞങ്ങളുടെ കൂട്ടുകാരൻ നസീറൊക്കെയാണെന്നുണ്ടെങ്കിലും, നവാസ്, ഞങ്ങൾ പിന്നെ മണിച്ചേട്ടനുണ്ട്, കൂടെ ദിലീപേട്ടൻ, ആദർശിക്ക, ഞങ്ങളൊരു ഗാങ് കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചിരിച്ച് ഇവിടുന്ന് തുടങ്ങുന്ന ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴാണെങ്കിൽ നോബി, അസീസ്, അങ്ങനെ ഒരു ഗാങ് ഉണ്ട്, സുരാജ്, ഒന്നും പറയണ്ട ചിരി. ഞങ്ങളിപ്പോൾ ഇന്നലെ അമ്മയുടെ ഇതായിരുന്നു, രാവിലെ ചെന്ന പോലെ ഷാജു പാലക്കാട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച കൗണ്ടറെന്ന് പറഞ്ഞാൽ അമ്മയുടെ കുടുംബയോഗമൊക്കെ അവിടെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയൊക്കെ നടക്കും. ഞങ്ങളൊരു ഗാങ് ഇരുന്നിട്ട് ഇതിൻ്റെ എല്ലാം കൗണ്ടർ ഇടി, തമാശ പറച്ചിൽ, രസമാണ്. അത് മിമിക്രി എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലാണ്. ഇതെല്ലാം പറയുമ്പോഴേ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ കല ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കുടുംബ പശ്ചാത്തലം, അവിടെ നിന്ന് മിമിക്രി, സിനിമ, ജേണിയൊക്കെ പറയുമ്പോഴും സിനിമ ഹിറ്റ് ചെയ്യുന്ന മൊമെൻറ്റുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ സീരീസിൽ. അതായത് ചിലപ്പോൾ ചെറുപ്പത്തിൽ കാണുന്ന ഒരു സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ടായിരിക്കാം, ഒരു പാട്ടായിരിക്കാം, ഒരു ക്യാരക്ടറായിരിക്കാം, പോസ്റ്ററായിരിക്കാം, എവിടെയാ സിനിമ പേഴ്സണൽ ആവണേ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങൾ സംസാരിച്ചാലെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയാൻ പറ്റുന്ന സിനിമ ഏതായിരിക്കും? കുറേ സിനിമകളുണ്ട്, ചെറുപ്പത്തിലേ കണ്ട മനസ്സിലോട്ട് ഓടി വരുന്ന സിനിമകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമകളായിരുന്നു കൂടുതൽ കാണുന്നതും. മമ്മൂക്കേനെ ഇഷ്ടമാണ്. മമ്മൂക്കേനെ നമ്മൾ വേറൊരു ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ആ സമയത്തും അത് ഇപ്പോഴും അതെ കേട്ടോ. ആ സമയത്തെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാമറുള്ള ഒരാൾ, അതാണ് ഗ്ലാമറുള്ള ഒരാൾ, നല്ല അഭിനയം, നല്ല ശരീരഭംഗി. ലാലേട്ടൻ അങ്ങനെയല്ല, നമ്മൾ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അനുകരിക്കും. നമ്മൾ ലാലേട്ടൻ്റെ സിനിമകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തൂവാനത്തുമ്പികൾ, സർവകലാശാല, ഒരു രക്ഷയില്ലാത്ത അതിനകത്ത്. എൻ്റെ ദൈവമേ, നമ്മുടെ വേണിച്ചേട്ടൻ്റെ ഒരു ലാലേട്ടനും വേണിച്ചേട്ടനോട് അത് എനിക്ക് എപ്പോഴും ആ ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് ഓർക്കുമ്പോൾ എപ്പോഴും ഒരു വിങ്ങല. അതായത് വേണിച്ചേട്ടൻ അറിയാതെ കള്ളു കുടിച്ചിട്ട് ഭാര്യനെക്കുറിച്ചൊരു ഇത് പറയുന്നുണ്ട്. കീറിയ പായുടെ കീറാത്ത ഭാഗത്ത് കിടത്തിയ ഞാൻ അവളെ ഉറക്കിയ, ഞാൻ പരിപ്പോടാവക്കും, ചായ ഞാൻ കുടിച്ചിട്ട് പരിപ്പോടാവക്ക് കൊണ്ട് കൊടുക്കും, ആ അവളെന്നെ വഞ്ചിച്ചു, ഞാൻ അവളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ പോകുമ്പോൾ ഇദ്ദേഹം ഒരു പാട്ട് പാടുമ്പോൾ ഒരു ഹമ്മിങ് ഉണ്ട്, എന്ന് പറഞ്ഞിട്ട് അയ്യോ, അതിപ്പോഴും ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണ് ആ സിനിമ. പിന്നെ സുഖമോ ദേവി, അയ്യോ ലാലേട്ടൻ്റെ ആ ബുള്ളറ്റ്, ഞാൻ ആദ്യമായിട്ട് മേടിച്ച ബുള്ളറ്റാണ്. അമ്മച്ചി പെൻഷൻ റിട്ടയർഡ് ആയിട്ട് എനിക്ക് ആ പൈസ ഉണ്ട്, ആദ്യം ബുള്ളറ്റ്, അതിപ്പോഴും ഉണ്ട് ബുള്ളറ്റ്, 86 മോഡലാണ്.
അതിനകത്ത് കയറിയിരിക്കുമ്പോൾ അറിയാതെ ഈ തോളിങ്ങനെ അങ്ങ് ആയിപ്പോവും. അത് ഈ ലാലേട്ടൻ്റെ ഒരു പറയുന്നില്ല, ഒരു അറിയാതെ സണ്ണി, അത് എന്തൊരു ക്യാരക്ടറാണ്. നമ്മൾ പ്രേമിക്കുമ്പോഴൊക്കെ അങ്ങനെ പ്രേമിക്കണം, അത് നമ്മളറിയാതെ കൊതിച്ചു പോകും നമ്മൾ. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഡോമിനേഷൻ ഉണ്ട്, എന്നാൽ അത്ര തന്നെ സോഷ്യലാ പുള്ളി. അതെ, അത്ര സോഷ്യലാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അപ്പം എന്താ അങ്ങനത്തെ കുറേ സിനിമകളുണ്ട് ലാലേട്ടന്. മമ്മൂക്കയുടെ പക്ഷേ ഞാൻ പറഞ്ഞ വേറൊരു മൃഗയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ എന്നിട്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. പിന്നെ പപ്പയുടെ സ്വന്തം അപ്പൂസ്, ഒരു സിനിമ മമ്മൂക്കയുടെ ഉണ്ട് കുറേ. മമ്മൂക്കയുടെ പറയാനും വടക്കൻ വീര അതൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സിനിമകളുണ്ട് മമ്മൂക്കയുടെയും. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മുടെ ആ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. വന്ദനം രക്ഷയില്ല എൻ്റെ പൊന്നോ. ഞാനിപ്പോൾ എൻ്റെ പിള്ളേരോട് ഞാൻ പറയും, ഞാനിതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഈ സിനിമകളൊക്കെ കാണണം. എൻ്റെ ഈ മമ്മൂക്കയുടെ ഈ പടങ്ങളും ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ അവർക്ക് എടുത്ത് കൊടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾ മിഥുനം കാണാൻ പറഞ്ഞു. മിഥുനം രണ്ടുപേരോട് ഇരുത്തി കാണിച്ച് വണ്ടടിച്ചു പോയൊരു കാര്യം. നമ്മളിപ്പോഴും അവരെയൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നൊരു വലിയൊരു സമയമുണ്ട്, ഇപ്പോൾ വലിയൊരു ഭാഗ്യമുണ്ട്. പക്ഷെ ഇവരൊക്കെ ചെയ്തിരിക്കുന്ന ചില സിനിമകൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയത് എങ്ങനെ ഇവർ ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിച്ചു. അത് മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒക്കെ. മമ്മൂക്കയുടെ പ്രിയൻ സാറ് പറയായിരുന്നു വന്ദനം തീർത്ത് 40 ദിവസം കൊണ്ടാണ്. സംഭവം ഞാൻ കണ്ടത് ഷൈച്ചുക്കൊക്കെ 40 ദിവസം കൊണ്ട് തീർത്തു. അതെ. പിന്നെ പ്രിയൻ സാറ് വേറൊരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ഓടുവോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, ആ ഒഴുക്കിലങ്ങ് ചെയ്തു പോവാന്ന്. എനിക്കത് കണക്ട് ചെയ്തു. കാര്യം ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്കൊക്കെയാണ് ചിലർ പറയുമ്പോഴാണ് ദൃശ്യത്തിൽ അഭിനയം നന്നായത്. അപ്പം ഞാൻ ദൈവമേ, ഞാൻ കുഞ്ഞിലെ ഇത്ര ഇഷ്ടപ്പെട്ടിരുന്നൊരു നടൻ്റെ കൂടെ ഞാനൊരു എന്താണ് മലയാള സിനിമ എന്ന് ഓർത്തിരിക്കുന്ന ഒരു സിനിമയിൽ നമുക്കൊരു വേഷം ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ലേ റാൽഫേ. അതൊക്കെ ഇതിൽ എന്തൊരു അനുഗ്രഹമാണ് അതൊക്കെ. ഞാൻ ഓർക്കും മമ്മൂക്കയാണ് നമുക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കാനോ, മമ്മൂക്ക നമ്മളെ കാണും വിളിച്ച് അടുത്തിരുത്തുന്നു. ഇതൊക്കെ എന്താണ്, നമുക്ക് വലിയ സ്വപ്നങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ശരിക്കും ഇവരെ നമുക്ക് ഒരു തവണ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ കാണുമ്പോഴും അടുത്തോട്ട് പോകാൻ പേടിയാണ്. ഇവരുടെ മനസ്സിൽ അതൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ ഉള്ളിൽ. അയ്യോ നമുക്കോ ലാലേട്ടൻ. പക്ഷെ ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് ആണ് ഇതെല്ലാം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ. ഈ തൂവാനത്തുമ്പികൾ പറഞ്ഞതുകൊണ്ടേ അന്ന് ഈ സിനിമ സ്വീകരിക്കപ്പെടാത്ത സിനിമയായിരുന്നു. പിന്നീടാണ് ഈ സിനിമയ്ക്ക് ഫാൻസ് വരുന്നത്, ആളുകൾ സംസാരിക്കുന്നതൊക്കെ. അന്നൊരു പക്ഷേ ഈ സിനിമ നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടച്ച് ചെയ്ത് ചെറിയ പോപ്പുലേഷന് ഭാഗമായിരുന്നല്ലോ. അത് തിയേറ്ററിൽ കാണുമ്പോഴൊക്കെ മൊമെന്റ് ഓർമ്മയുണ്ടോ? പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള അത് കഴിഞ്ഞിട്ട് മറ്റേ നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാം. പിന്നെ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരു അലമ്പിനും പോവാതെ പക്ഷെ തെരഞ്ഞു പിടിച്ച് വരുന്ന കുറേ നാൾ കഴിയുമ്പോഴേക്കും എടാ അവൻ്റെ സ്വഭാവം അറിയാമെന്നിരിക്കും, അവൻ ഭയങ്കര പരിപാടിയാണ്, സെറ്റപ്പാണ് അവൻ നമ്മുടെ വേറെ പരിപാടിയാന്നൊക്കെ പറയുമ്പോഴാണ് അപ്പോഴാണ് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നത്. അതാണ് അപ്പം പത്മനാഭ സാറിൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിങ്ങും അതൊക്കെ നമ്മൾക്ക് ഇപ്പോഴാലോചിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ബ്രില്യൻസ് മനസ്സിലാവുന്നത്. അന്ന് നമ്മളിതൊക്കെ അങ്ങ് കണ്ടുവിടുകയാണല്ലോ എന്നേ. ലാലേട്ടനെ വെച്ചിട്ടാണ് കാണുന്നത്. ലാലേട്ടൻ അത് ഇത്ര ഇതായിട്ട് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ലാലേട്ടൻ വേറൊരാളാണ് എന്നൊക്കെ പറഞ്ഞ് ബീറൊക്കെ അടിച്ചാലും അത് കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നു. അതൊക്കെയാണ് പിന്നെ നമ്മുടെ ബാറിൽ ചെല്ലുമ്പോൾ ഉള്ള പരിപാടി. മനസ്സിലായില്ല, ചുമ്മാ കുറച്ച് നാളെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒപ്പൊക്കെ ഇടിച്ച് ചുമ്മാ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പൈസ കൊടുക്കണം അവിടെ, എന്നാലും പിന്നെ നമ്മൾ ചുമ്മാ ഒപ്പിടുക അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അനുകരിച്ചിട്ടുള്ളത് കൂടുതലും ലാലേട്ടൻ സിനിമകളാണ്. അന്ന് ഈ പോലെ ഈ ജയകൃഷ്ണൻ പറയുന്ന പോലെ തന്നെ അന്നത്തെ സ്വപ്നങ്ങളിൽ ക്ലാരി ഉണ്ടാവുമായിരിക്കുമല്ലോ ആ ഏജിൽ. അങ്ങനെ ഒരു ക്ലാരി കണ്ടുമുട്ടിയിരുന്നെങ്കിൽ. അതൊക്കെ ഉണ്ട്. ഈ അതുപോലെ സുഗമദേവി പറഞ്ഞതുകൊണ്ട് അതിൽ ഇവർ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഉർവശേഷി കയറി വരുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഈ പാട്ട് ഹാർമോണിയത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സിഗരറ്റും കത്തിച്ച് വെച്ചിട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർലി അയാൾ ഈ മ്യൂസിക് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ അയാളുടെ ക്യാരക്ടറിൽ നിന്ന് തന്നെ ഒരു പോയിന്റ് പോലും മാറാണ്ടാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഇത് വേറെ ആരെങ്കിലും ചിലപ്പോൾ ഒരു ഏച്ചി കെട്ടലാവാം, എന്നാൽ ഇതിൻ്റെ ഫ്ലോ തെറ്റാതെ അതിൽ ബ്ലെൻഡ് ആവുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇയാളുടെ മരണം നമുക്ക് അത്രയും എഫക്റ്റ് ചെയ്യുന്നത്. ലാലേട്ടനത് മരിച്ചു കഴിയുമ്പോൾ ലാലേട്ടൻ്റെ ചേട്ടൻ്റെ KPC ചേട്ടനാണ് ഒരു സിഗരറ്റ് ചോദിക്കുന്നൊരു സീൻ. അയ്യോ അത് കഴിഞ്ഞിട്ട് ഈ അമ്പിളിച്ചേട്ടൻ അങ്ങ് സംസാരിക്കാൻ മേലത്. അത് ഈ അമ്പിളിച്ചേട്ടൻ്റെ ഒരു എന്തൊരു ഏരിയയാണ് ആ സിനിമയൊക്കെ എന്നുള്ളതാണ്. ചില സിനിമകൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് ഭീകരമായിട്ട്. രണ്ട് പകുതി രണ്ട് ഇമോഷനിലാണ്. ഒരു കിരീടം എന്നെ ഒരുപാട് ഇതുപോലെ ഹോണ്ട് ചെയ്യുന്നൊരു സിനിമ. കാരണം എൻ്റെ ചാച്ചനും പോലീസുകാരനാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അതെല്ലാം കണക്റ്റായ അപ്പുറത്തുള്ള മാമുക്ക ചെയ്ത ആ ക്യാരക്ടർ പോലീസുകാരൻ. പിന്നെ ഈ സ്റ്റേഷനിൽ ചെന്നിട്ട് ശമ്പളം കിട്ടുന്ന കോഴി മേടിക്കാൻ വേണ്ടി ലാലേട്ടൻ ഒരു നിൽക്കുന്നുണ്ട്.
അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഞങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് തന്നെ ചാച്ചൻ്റെ കഞ്ഞിക്കുഴി തന്നെയാണ് ഞങ്ങൾ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിച്ചത്, ഞാനും ചേട്ടനൊക്കെ. തൊട്ടപ്പുറത്ത് തന്നെ കഞ്ഞിക്കുഴിയിലാണ് ചാച്ചൻ്റെ. അപ്പോൾ ചാച്ചനെ കാണാൻ വേണ്ടി ഓഫീസിൽ മേളിൽ കയറി ചെല്ലുന്നതും ചാച്ചൻ ഞങ്ങൾക്ക് പൈസ തന്നു വിടുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് കിരീടം. അതുപോലെ തന്നെ ഈ സിനിമ പോലെ തന്നെ മ്യൂസിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഷാജോൺ നന്നായി പാടുമെന്ന് എനിക്കറിയാം. അതായത് പാട്ട് ശരിക്ക് ഇപ്പോൾ ഇപ്പോഴും പറയുമല്ലോ, കുഞ്ഞായിരിക്കുമ്പോൾ മറ്റേ കൗമാരത്തിലുള്ളപ്പോൾ കുറച്ചും കൂടെ ഒരു യുവാവായിട്ട് ഈ മെച്യൂരിറ്റി ലെവല് അച്ചീവ് ചെയ്യുമ്പോൾ, അതല്ല പിന്നെ ഒരു ഫാമിലി ലൈഫ്, പല സ്റ്റേജിൽ പല പ്രായത്തിൽ എപ്പോഴും ഏത് പാതിരാത്രി ഓടിച്ചെല്ലാൻ പറ്റുന്ന ഷോൾഡർ ശരിക്കും മ്യൂസിക്കാണല്ലോ. എന്ത് ഇമോഷൻ ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ ഒന്നൊരു പാട്ട് കേട്ടാൽ തണുക്കാം, ഒന്നെങ്കിൽ ഒന്ന് കൂളാവാം. തീരുമെന്ന് പറയുന്നില്ല, സ്റ്റിൽ മ്യൂസിക്കിൽ എപ്പോഴും ഒരു ആശ്രയം തേടി എല്ലാവരും ഓടുന്നതായി തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ മ്യൂസിക്കും ലൈഫിൻ്റെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പം ഇപ്പോഴാണ് ലാലേട്ടനോട് പറഞ്ഞത്, ഞങ്ങളൊരു ഷോയുടെ ഒരു ഭാഗം തന്നെയുണ്ട് ഇത്. കാരണം ഞാൻ ആദ്യം ഒരു സ്റ്റേജിൽ കയറി നിന്ന് പാട്ട് പാടുന്ന 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സ്റ്റേജിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത്. ലളിതഗാന മത്സരത്തിനൊരു അന്നൊക്കെ സിനിമാ പാട്ടൊക്കെ പാടാം, ലൈറ്റ് മ്യൂസിക്കിൽ സിനിമ പാട്ട് പാടാം. അപ്പോൾ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പാടിയത് 1000 കണ്ണുമായി എന്നുള്ള പാട്ടാണ്. അപ്പം നമ്മുടെ ഈ ഷോയിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ലാലേട്ട ഫ്രണ്ട് ഇരുന്നപ്പോൾ ഞാനിത് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കയറുന്നത്, നീ പാട്ട് പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന്. ലാലേട്ടൻ ചോദിച്ചു, പറഞ്ഞു നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ഇതുപോലൊരു മൊമെൻറ്റ് കിട്ടുമ്പം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു പറഞ്ഞത്. അപ്പം അങ്ങനെ എൻ്റെ കൃത്യമായിട്ടുള്ള ഓരോ സമയത്തും ഓരോ പാട്ടുകൾ വന്നിട്ടുണ്ട്. കൂടുതലും ലാലേട്ടൻ്റെ പാട്ടുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അവിടെ സ്കൂളിൽ ഗാനമേള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പം പാട്ടുകൾ പാടും. അതുപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മീറ്റ് ദ കാൻഡിഡേറ്റിന് അദ്വൈതം എന്ന സിനിമയിലെ അമ്പലപ്പുഴ എന്നുള്ള പാട്ടാണ് പാടിയത്. അങ്ങനെ ഓരോ സമയത്തും അത് മമ്മൂക്കയുടെ പാട്ടുകളുണ്ട്, ലാലേട്ടൻ്റെ പാട്ടുകളുമുണ്ട്. പാട്ട്, സിനിമ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്തേക്ക് പെർഫോമൻസിലോട്ട് കിടക്കാൻ തോന്നുന്നു. പെർഫോമൻസിൽ എനിക്ക് ഭയങ്കര രസമുള്ള കാര്യം തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഈ തിളക്കത്തിലെ പാപ്പാനും അണ്ണൻ തമ്പിയിലെ കുടിയനും ഏതാണ്ട് ഒരേ പശ്ചാത്തലത്തിലുള്ളവരാണ്. ഇവരുടെ അറ്റയറിൽ, ആറ്റിറ്റ്യൂഡിൽ, റെൻഡറിങ്ങിൽ മദ്യപാനികളാണ്. സിമിലർ ആണെങ്കിൽ കൂടി നമുക്ക് ഇൻഡിവിജ്വലി ക്യാരക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇവരുടെ പെർഫോമൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ അണ്ണൻ തമ്പിയുടെ ക്യാരക്ടർ നമുക്ക് ഉറപ്പായിട്ട് നീ എന്ത് തേങ്ങയാടാ പറയണേന്നുള്ള ഫ്രെയിമിലോട്ട് കണ്ടുപോകുന്നു. തിളക്കം പറയുമ്പോൾ ഈ ആനയുടെ സൈഡിൽ വളരെ കൂളായി നിന്ന് മറ്റേ ലെറ്ററൊക്കെ മുകളിലോട്ട് കൊടുക്കുന്ന 2 പേർക്കും സമാനതകളുണ്ടെങ്കിൽ കൂടി നമുക്ക് 2 തലത്തിൽ നിൽക്കുന്ന 2 ആളുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നു. ഈ പെർഫോം ചെയ്യുമ്പോൾ ഇത്തരം ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ ഉറപ്പായിട്ട് ഷാജൻ ചേട്ടൻ അറിയാലോ, കഥ കേൾക്കുമ്പോഴൊക്കെ ഇത് ഞാൻ ആ പടത്ത് ചെയ്തായിരിക്കാം എന്ന് തലയിൽ വരുന്നുണ്ട്. അവിടെ എഫേർട്ട് ഇടുന്നുണ്ടോ പുതിയതായിട്ട്? അതായത് ഈ ക്യാരക്ടറിന് വേണ്ടി ഇപ്പോൾ മുന്നേ ചെയ്തതിൽ നിന്ന് ഒന്നും റിസംബിൾ ചെയ്യാതെ എന്തെങ്കിലും പുതിയത് കൊടുക്കാം, എന്തെങ്കിലും പുതിയ പരിപാടി അവിടെ സംഭവിപ്പിക്കാം, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടോ? ശരി, ഇല്ല. ആദ്യം തന്നെ അന്നത്തെ ആ സമയത്ത് അതൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞതിന് നന്ദി. പക്ഷെ ആ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ചെറിയ ചെറിയ വേഷങ്ങളാണ് ആ സമയത്തെല്ലാം. നമ്മൾ ചെല്ലുന്നു, അവരെന്താണോ പറയുന്നത് നമ്മൾ ചെയ്യുന്നു, പോകുന്നുള്ളതല്ലാതെ അതിനൊന്നും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടേ ഇല്ല ആ സമയത്തൊന്നും. ഇപ്പോൾ പിന്നെ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ചില ക്യാരക്ടേഴ്സ് വരുമ്പം ചില സീനുകൾ നമ്മൾ സിമിലാരിറ്റി ചിലപ്പോൾ നമുക്ക് തോന്നാം. നമ്മൾ ഇതിനു മുൻപും ഇങ്ങനത്തെ ഒരു സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ ആരെങ്കിലും തല്ലുന്ന ഒരു സീക്വൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൃശ്യം വരും, സഹദേവൻ്റെ അത് വരും. അത് വരാതിരിക്കാൻ നമ്മൾ നോക്കും. പക്ഷേ ചില സമയത്ത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടൊരു ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും അങ്ങനെയൊക്കെ വരുള്ളൂ. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം, നമ്മളൊന്നും അതിൽ പറഞ്ഞതുപോലെ പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയും. ഞാൻ പിന്നെ അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഒരാളല്ല. ആക്ച്വലി നമുക്കത് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ആക്ടിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളങ്ങനെ പഠിച്ചിട്ട് വന്നൊന്നും അല്ലല്ലോ. നമ്മളോട് ഒരു ഡയറക്ടർ പറയുന്നത് എന്താണോ നമ്മളത് നമ്മുടെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മളിതിന് മുൻപുള്ളതും ഇത് കഴിഞ്ഞുള്ളതും ചിന്തിക്കുകയില്ലെന്ന്. അഭിനയിക്കുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളൊന്നും ഓർക്കത്തില്ല. ഞാൻ ആ സീൻ എനിക്കപ്പോൾ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനാണ് ആ
ക്യാരക്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതിനനുസരിച്ച് അങ്ങ് ചെയ്യുക. അതല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഡയലോഗ് പറയേണ്ട എങ്ങനെയാണെന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യും. ഒരു ഡയലോഗ് നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ നമുക്കൊന്ന് പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് സെൻറ്റൻസ് എടുത്തൊന്ന് മേളിലോട്ട് ഇട്ടാലോ എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ടായിരുന്നു. ഓക്കെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ വരുത്തും എന്നുള്ളതല്ലാതെ ഈ എക്സ്പ്രഷൻ ഇടണം അങ്ങനൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ വന്നൊരു ആക്ടർ അല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം, നല്ലതുമാണത്. പക്ഷേ എനിക്കത് പറ്റിയിട്ടില്ല. നമ്മൾ ആ സമയത്ത് എന്താണോ വരുന്നത് അങ്ങനെ അങ്ങ് അതിൽ ഏറ്റവും ജെന്യുവൻ റിയാക്ഷൻ ആയിരുന്നു നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്. അത് ശരിക്കും ബ്രീഫ് എന്തായിരുന്നു? അൻവർക്ക് എന്തെങ്കിലും? അൻവറുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ബെനിച്ചേട്ടനാണല്ലോ സ്ക്രിപ്റ്റ്. എപ്പോഴും ബെനിച്ചേട്ടൻ്റെ സിനിമകളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇയാളുടെ ഒരു അവസ്ഥയാണ്, ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇയാളെയാണ് പേടിയാണ്, ഇനി തല്ലും പറയാം. അപ്പം ഇതിനപ്പുറം പറയാനൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ് ഷാജോൻ നിസ്സഹായനാണ്, ഷാജോൻ എന്താ പറയുക ഇങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ അത് പറയാൻ തോന്നിയുള്ളൂ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അന്നൊന്നും ഓർത്തില്ലോ നമ്മളിങ്ങനെ ഈ സമയത്ത് ഇതൊക്കെ ട്രോളിൽ ഇപ്പോഴും ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന പോലും. അതെ ഇതിനെ പറ്റി ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ജെന്യുവൻ. അതാണ് ഇത് റൈറ്റേഴ്സിൻ്റെയാണ് ഈ പറയുന്നത്. റൈറ്ററാണ് എല്ലാ സിനിമയുടെയും ജീവൻ എന്ന് പറയുന്നത്. അല്ലേ, നല്ലൊരു സ്ക്രിപ്റ്റാണ്. അത് നന്നാകുമ്പോൾ എല്ലാം നന്നാവും. അപ്പോൾ പിന്നെ ഗംഭീരമാണ് സിനിമ, ഗംഭീരമായി. പിന്നെ അതിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മുടെ ഭാഗ്യം. ഇപ്പോൾ ഇത് പറയുന്നതാണെന്നുണ്ടെങ്കിലും മൈ ബോസിലെ ഒരു ക്യാരക്ടറാണ്, അതിൻ്റെ കുറേ ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വരാൻ കഴിഞ്ഞ് നമ്മുടെ ദൈവഭാഗ്യമാണ്. അത് ഏത് ആക്ടറാണെങ്കിലും ഇപ്പോഴും ആ ക്യാരക്ടേഴ്സൊക്കെ ഇതുപോലെ തന്നെ ആഘോഷിക്കപ്പെടും. നമ്മളെ അതിനകത്തോട്ട് അതെ നമ്മളോട് വന്നു, അതാണ് നമ്മുടെ ഭാഗ്യം. സ്ക്രീൻ മൊമെൻറ്റുകളിലെ അധികം പറഞ്ഞു കേൾക്കാത്തും എന്നാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര രസമുള്ളതായി തോന്നിയിട്ടുള്ള ഒരു സ്ക്രീൻ മൊമെൻ്റാണ് ഒപ്പത്തിലെ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്. വെച്ച് കഴിഞ്ഞാൽ മധുവിനെ ആദ്യം കാണിക്കുന്നുണ്ട്, അതിൽ ഇയാൾ വെള്ളമടിച്ചിരുന്ന് ആകെ അലമ്പാക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ മധുവിന് ഈ ജയരാമനെ കിട്ടുന്നതോ അയാളുടെ കളത്തിൽ സ്റ്റേഷൻ കിട്ടുന്നുണ്ട്. മറ്റേ തേടിയ വള്ളി കാണിച്ചിട്ട് വരുന്നതും ആദ്യം മധുവിൻ്റെ കൈയിട്ട് തിരിച്ചിട്ടാണല്ലോ. അത് ഭയങ്കര ഐക്കോണിക് മൊമെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഓൾറെഡി ഇത് ബ്രീഫ് കേൾക്കുമ്പോൾ അറിയാം ലാലേട്ടനൊരു ഭയങ്കര മാസ് മൊമെൻ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാലം കണ്ട് വളർന്ന മോഹൻലാലിൻ്റെ മറ്റൊരു മൊമെൻ്റ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നു, ഒപ്പം അതൊരു ഭാഗമാണ്. അതിൽ ഞാൻ എൻ്റെ ബെസ്റ്റും കൂടെ കൊടുത്താലേ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഈ അതിൻ്റെ ഒരു ബ്രീഫ്, പ്രിയദർശൻ എന്ന ഫിലിം മേക്കർ, ഇതിൻ്റെ ഷൂട്ടിംഗ് എന്താ? അത് ദൃശ്യം കഴിഞ്ഞിട്ട് ഈ സഹദേവനോട് എല്ലാവർക്കും ഇങ്ങനെ ദേഷ്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇറങ്ങുന്നൊരു സിനിമയാണിത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആന്റണി പെരുമ്പാവൂർ. പ്രിയൻ സാറിനോട് പറഞ്ഞാ സാറേ നമുക്ക് ഇതിനകത്ത് പേര് സഹദേവൻ തന്നെ ഇട്ടാലോ എന്ന്. പ്രിയൻ സാറ് പറഞ്ഞു അത് വേറെ ഇത് വേറെ, ആന്റണിക്ക് ഇടിച്ചാൽ പോരെ, സഹദേവനിട്ട് ഇടിച്ചാൽ പോരെ, അത് ഇതിനകത്ത് കൈയടി കിട്ടിക്കോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് മധു എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. നമുക്കിതറിയാം ആ സമയത്ത് ആൾക്കാർ ക്ലാപ്സ് ആയിരിക്കും എന്നുള്ള കാര്യം. പിന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു മൊമെൻറ്റ്, ഇതിനു മുമ്പ് നീ എൻ്റെ നിന്ന് പലതവണ രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇനി നിന്നെ ഞാൻ വിടത്തില്ലാന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്കറിയാം. പക്ഷേ അറിയാം ലാലേട്ടൻ അടിക്കുമ്പം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു സിനിമ വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ പ്രിയൻ സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ടാണ്, ഒരു ഭയങ്കര രസമാണത്. കാര്യം അദ്ദേഹം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് തമാശയൊക്കെ പറഞ്ഞു. പിന്നെ ഇവർ തമ്മിലുള്ളൊരു കമ്പനി, ലാലേട്ടൻ പ്രിയൻ സാറിനെ കുറിച്ചൊരു കൗണ്ടർ പറയുന്നു, പ്രിയൻ സാർ വേറൊരു കൗണ്ടർ ലാലേട്ടനെ കുറിച്ച് പറയുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളോട് ചോദിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളും പറയും. നമ്മൾ പെട്ടെന്ന് ആരൊക്കെയോ ആകും പ്രിയൻ സാറിൻ്റെ. അതാണ് സാറിൻ്റെ ഒരു പേഴ്സണൽ. അപ്പോൾ കാര്യം സാറ് നമ്മളെ അങ്ങ് ഇത്ര വലിയൊരു സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീലേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ഇല്ല, സംസാരത്തിലും ഇല്ല. ലെജൻസ് ആണ്, അവർക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പം നമ്മളെ തോളൊക്കെ ആയിട്ടുണ്ട് നടക്കുന്നു, നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു, നമ്മൾ ആ സമയത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തമാശകൾ പറയുന്നു. ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ എനിക്ക് ഒരു നിരാശ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയിൽ. പിന്നെ ഇത് തിയേറ്ററിൽ കണ്ടപ്പം നമുക്ക് തന്നെ സന്തോഷം തോന്നും. നമുക്ക് ഇടി കിട്ടുന്നതാണെങ്കിൽ നമുക്ക് തന്നെ സന്തോഷം തോന്നും. കാര്യം ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ, ഈ പുള്ളി കണ്ണും കണ്ടുകൂടാ, എന്നിട്ട് അതൊരു പെർഫോം ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ. നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള ആളുകൾ ഇപ്പം ഒരുപാട് നടന്മാർ ചെയ്തിട്ടുണ്ട്, മണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, മാളച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലോട്ടൊന്നും പോകാതെ വേറൊരാൾ. എന്നാൽ നമ്മൾ വിശ്വസിക്കും ഇദ്ദേഹത്തിന് കണ്ടുകൂടാ, ഒരു ഇതുമില്ല, ലെൻസ് വെച്ചിട്ടില്ല, ഒന്നുമില്ല, മൈന്യൂട്ട് റിയാക്ഷൻസ്. ഫൈറ്റിനകത്ത് പോലും ഫൈറ്റിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ഇരുന്നതും ഇതിനും കണ്ണ് കാണാതെയാണ് പുള്ളി പെർഫോം ചെയ്യേണ്ടത്, നമ്മൾ നിന്ന് കൊടുക്കാന്നുള്ളതാണ്. അതിന്റെ ഈ ഒരു ബ്രീഫിംഗ് എങ്ങനെയാ ഇപ്പൊ ആക്ഷൻ കൊറിയോ ചെയ്യുന്ന സമയത്തേക്ക്?
അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈസിയാണോ? അല്ല, ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇച്ചിരി ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ലാലേട്ടനോട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കണ്ട. കാരണം നമ്മുടെ ദേഹത്തൊന്നും കൊള്ളില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഏറ്റവും കംഫർട്ടായിട്ട് എവിടെയാണ് വീഴേണ്ടതെന്നുള്ളത് വരെ ലാലേട്ടൻ കാണിച്ചു തരും. എവിടെ നിന്ന് ഏതറ്റം വരെ പോയി വീഴാം, എവിടെ വന്ന് നിന്നാൽ നിൻ്റെ ദേഹത്ത് ഇടി കൊള്ളില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മളതുപോലെ ചെയ്താൽ മതി, ടൈമിങ്ങിൽ നമ്മൾ ചെയ്താൽ മതി. വേറെ നമുക്കൊരു ടെൻഷൻ അടിക്കേണ്ട, ഒരു വിരൽ നമ്മുടെ ദേഹത്ത് കൊള്ളില്ല. ആ കാര്യം നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടറടിച്ച് പോകും. റാൽഫ് സിനിമയിൽ കാണുമ്പോഴേ നമുക്ക് അത് കഴിയുമ്പോൾ നമുക്കറിയാം ലാലേട്ടൻ ദേഹത്ത് കൊള്ളിക്കുന്നില്ല എന്ന്. പക്ഷേ തുടരുവിലെ ആ പിന്നെ സ്റ്റേഷൻ ഫൈറ്റിൽ നിന്ന് എനിക്കറിയാം ലാലേട്ടൻ ഒരാളുടെ ദേഹത്ത് കൊള്ളിക്കുന്നില്ലെന്ന്. പക്ഷേ എന്തൊരു ഫീലാണെന്നുള്ളതാണ് ഇമ്പാക്റ്റ്. അത് എന്താണ് ഇങ്ങനെയൊക്കെ പിടിക്കുന്നുള്ളായിരിക്കും ലാലേട്ടൻ. പക്ഷേ അതിൻ്റെ ആ വോയിസും ആ റീമിക്സും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴേ അതൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ വേറെ ചിലരോട് അഭിനയിക്കുമ്പോഴാണ് നമുക്ക് ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലരോട് അഭിനയിക്കുമ്പോൾ നമ്മൾ പറയും അങ്ങനെ പിടിക്കില്ല, അങ്ങനെ പിടിക്കില്ല, കൈവേദനിക്കുന്നു പറയും. അവരഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങേറി പിടിക്കുന്നതായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഇവരുടെയൊക്കെ പിന്നെ അവരുടെ എക്സ്പീരിയൻസും അതാണ്. നമുക്ക് ലാലേട്ടൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് അതാണ്. അവർക്കറിയാം ഇത്രയും മതി, ഇതാണ് അതിൻ്റെ അളവ്, ഇത് ചെയ്താൽ സ്ക്രീനിൽ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും എന്ന് അവർക്കറിയാം. അതാണ് ചെയ്യണ്ടേ. അത് ഞാൻ ആലോചിക്കുന്നു ലാലേട്ടൻ എത്രയൊക്കെ തരത്തിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പഴയ സിനിമകളിൽ നമ്മൾ പറയുന്ന ഇപ്പോൾ ഈ രാജാവിൻ്റെ മകനാണെങ്കിലും 20 നൂറ്റാണ്ടാണെങ്കിലും ഇതിനൊക്കെ മുന്നേയുള്ള സിനിമകളാണെങ്കിലും ഇപ്പം എനിക്കതിൽ ഭയങ്കര രസമായി തോന്നിയിട്ടുള്ളത് ഭൂമിയിലെ രാജാക്കന്മാർ. അതിലെന്ത് ഫൈറ്റ്, വയലൻസ്. ഇതിവിടെ നിന്നെല്ലാം എത്തി ഇവിടെ പുലിമുരുകൻ ചെയ്യുന്നു, ഒപ്പം വരുന്നു, തുടരും വരുന്നു, ലൂസിഫർ വരുന്നു. ഇതിൻ്റെ ഒരു സ്ട്രീക്ക് ഇവിടെ നിൽക്കുന്നില്ല. പുള്ളി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. പുള്ളിയിലെ ഈ ഫൈറ്റ് ഇഷ്ടമാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലേറ്റ് ആയാലും ഇത്ര ഇതാന്ന് പറഞ്ഞാലും ഒക്കെ ലെങ്തി ഷോർട്സ് എന്ന് പറഞ്ഞാലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം പറഞ്ഞ പോലെ കൊറിയോഗ്രാഫേഴ്സിനും അവരും ഹാപ്പിയാണ്. അവർ കൂടുതൽ അവരും ട്രൈ ചെയ്യും. എന്ത് കൊടുത്താലും അത് ചെയ്യാൻ റെഡിയായിട്ട് ഒരാളങ്ങനെ നിൽക്കുമ്പോഴേ. ഈ പ്രിയൻസാണ് പറഞ്ഞ പോലെ ഈ വർക്ക് ചെയ്ത മേക്കേഴ്സിലെ എനിക്ക് ചോദിക്കാനുള്ളത് ലാൽ സാറിനോട് ചോദിക്കണമെന്നുണ്ട്. ഇൻഗോസ്റ്റേഴ്സിലെ ഒരു വേഷം ചെയ്തിരുന്നു. അത് ലെങ്തി ഒന്നല്ല, പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ കിക്ക് പോയിന്റുകളിലൊന്ന് ഇയാളുടെ വരവും പോക്കും കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഈ ഒരുപക്ഷെ സിദ്ദിഖ് ലാൽ സിനിമകളിൽ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. അവിടെ ഈ പടത്തിൽ പ്ലേസ്ഡ് ആവുന്നു. ഈ മറ്റേ എവർഗ്രീൻ കോംബോ എന്ന് പറഞ്ഞാൽ ഈ 4 പേര് അവിടെ പ്ലേസ്ഡ് ആണ്. എന്താ ശരിക്കും ഇൻഗോസ്റ്റ് രസമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇത് കിട്ടിയിട്ടുള്ള ഭാഗങ്ങളിൽ വെച്ചൊരു ഭാഗ്യമാണ് ഇൻഗോസ്റ്റ് ഹൗസ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു സിനിമയുടെ ഒരു സീക്വൽ വരുന്നു എന്ന് പറയുമ്പം അതിനകത്ത് ഒരു ചെറിയ വേഷം. പിന്നെ ലാലേട്ടനും സിദ്ദിഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്ന 2 പേരാണ്. കാരണം ഞങ്ങൾ മിമിക്രിക്കാർക്ക് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇത്ര എന്താണ് ഒരു ക്ലാസ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഇട്ട് തന്നിട്ടുള്ള 2 പേരാണ് അവർ, സിദ്ദിഖ ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും ലാലേട്ടനും സിദ്ദിഖ ഉള്ളപ്പോഴാണെങ്കിലും ഒരുമിച്ചൊരു വേദിയിൽ കണ്ടാൽ ഞാൻ എപ്പോൾ പറയും. കാര്യം നമ്മൾ മിമിക്രിക്കാർക്ക് എവിടെ ചെന്നും നെഞ്ചു വിരിച്ച് പറയാൻ പറ്റുന്ന 2 പേരുകളത്. ഞങ്ങൾ സിദ്ദിഖ് ലാൽ സാറിൻ്റെ അവരെ മിമിക്രി ആയിരുന്നു, ഞങ്ങൾ മിമിക്രി ആണെന്ന് നമുക്ക് പറയാം. അവരിട്ട് തന്നിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനെ ഒരുപാട് ബഹുമാനിക്കുന്ന 2 പേരാണ്. അപ്പം ലാലേട്ടൻ അതിനകത്തോട്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഷാജോനെ ചെറിയ വേഷമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാലും സന്തോഷം ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. പിന്നെ ഇവരൊക്കെ പടപടയെന്നാണ് ഈ കൗണ്ടറുകൾ ഉണ്ടാക്കുന്നത്. ഞാനിപ്പം ഷൂട്ടില്ലാത്തപ്പോഴൊക്കെ ഞാൻ അവിടെ എടുക്കുമ്പോഴൊക്കെ ഞാൻ നേരത്തെയൊക്കെ പോകും. നേരത്തെ പോയിട്ട് ലാലേട്ടൻ എങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ഇവർ ജീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഒരു ടീമാണ്. ഇവർ ചെറിയൊരു സാധനം പോലും അവരത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ചെറിയ കൗണ്ടറുകൾ ഇട്ടിട്ട് മുകേഷ് ചേട്ടനും ജഗദീഷ് ചേട്ടനും ഇവരൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് ഇച്ചിരി വലുതാക്കി അവരത് റെഡിയാക്കി എടുക്കുന്നുണ്ടല്ലോ. നമ്മളൊരു നല്ല ഫുഡ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന പോലെയാണ്. അതിനാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി അതിന് ഉപ്പുണ്ടോ എന്ന് നോക്കി കുറച്ചുകൂടി ഒരു ഉപ്പിട്ട് അങ്ങനെ എടുത്ത് വരുമ്പോൾ ഒരു സാധനം വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. അത് ലാലേട്ടൻ ഭീകരനായത് തമാശകൾ ഉണ്ടാക്കാനും അത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. സീരിയസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് പറയുന്നതും പറഞ്ഞ് നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മനസ്സിൽ ചിന്ത വരുമെന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വലിയ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ അവരോടൊക്കെ ഉള്ള കാര്യങ്ങൾ. ഈ കൗണ്ടറുകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കലാഭവൻ ഷാജോൺ എന്ന ആക്ടറുടെ ഭയങ്കര ഓഡിയൻസ് ഫേവറേറ്റ് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ജഡായു സാബു. ഭയങ്കര കണക്റ്റ് ആൾക്കാർക്ക് ആ ക്യാരക്ടറായിട്ട്. അയാളെന്ന് പറഞ്ഞാൽ അത്രയും ഇമോഷണലായിട്ട് ലിങ്ക്ഡ് ആയി എടുക്കുന്ന ക്യാരക്ടറാണ്. അതിപ്പോൾ ഒരു പക്ഷേ സ്ക്രിപ്റ്റ് അയക്കുമ്പോഴത് അറിയാലോ. ഇതിൽ
മരുന്നുണ്ട്, അതെ അതെ കലക്കനായിട്ട് പെർഫോം ചെയ്ത് ഓൾ ടൈം ആണ്. എന്താ ജഡായി സോണിന്റെ ആദ്യം കേൾക്കുന്നത് എന്താണ്? അത് ഞാനിപ്പോൾ ഈ പറയുന്നത് ഇവന്മാർ രണ്ടുപേരും എഴുതിക്കതിന് ശേഷം ഒരു ദിവസം നമ്മൾ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഉഗ്ര സിനിമ ആയിരിക്കും എന്നറിയാം, മനസ്സിലായില്ല. അപ്പം നാഷികയെ ഒരു സിംഗിനെ വിളിച്ചു, നാഷിക പറഞ്ഞു നാഷികടാ നല്ല അല്ലടാ, ഞാൻ പറഞ്ഞു നല്ല കഥ ധൈര്യമായിട്ടത് മൂവി എന്ന് പറഞ്ഞ് അങ്ങനെയാണത് ഇതാവുന്നത്. അപ്പം ആക്ച്വലി അതിനകത്ത് എനിക്ക് ആദ്യം വെച്ചിരുന്നത് സാജു നവോദയ അവതരിപ്പിച്ച ആ ക്യാരക്ടർ ദുരന്തൻ, അതാണ് ആദ്യം എന്നോട് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വന്നപ്പോഴാണ് പറഞ്ഞത് ചേട്ടാ നമുക്കത് മറ്റത് പിടിച്ചാലോ എന്ന് ചോദിച്ചു. ചേട്ടാ അത് ഉക്കറിനല്ല, അതെനിക്ക് അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കേട്ടാ അത് ചെയ്യുക. അപ്പം പാഷാണമാണെങ്കിലും ആ സമയത്ത് കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ ചെയ്ത് അപ്പോൾ അത് കറക്റ്റ് പാഷാണ്, അത് കറക്റ്റായിരുന്നു അത്. അപ്പം അങ്ങനെയാണ് ഇത് എന്നിലേക്ക് വരുന്നത്. എനിക്കറിയാം ആ ഒരു അവരുടെ മുന്നിൽ നിന്ന് പറയുന്ന കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറായിരിക്കും എന്നറിയാം. അതുപോലെ തന്നെയാണ് അവർ രണ്ടുപേരും എഴുതിയ, ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞു, നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ അതൊരു ഡയറക്ടറുടെ ഒരു ക്യാരക്ടറുണ്ട്, ഇവർ തന്നെ എഴുതിയതാണ്, ബിബിനും വിഷ്ണു. അത് ഭയങ്കരമായിട്ട് ഒരു പ്രേക്ഷകർക്ക് ഒരുപാട് കണക്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അത് നാഷിക തന്നെ ആയിരുന്നു. അതിൽ ആ ഡയറക്ടർ വളരെ കുറച്ച് സീൻസിലേ ഉള്ളൂ, പക്ഷേ അതിന് നല്ല ലൈഫുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ റാൽഫ് പറഞ്ഞാൽ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ആ ക്യാരക്ടറിന് ഒരു മോട്ടീവ് ഉണ്ട്, അതായത് ബാക്കിയുള്ള ലൈഫിൽ ഒരു കുഞ്ഞു മാറ്റം ഇയാളെ കൊണ്ട് സാധ്യമാവുന്നുണ്ട്. പക്ഷെ അത് പടം കഴിഞ്ഞ ആൾക്കാർ ഓർത്തിരിക്കും ആ ക്യാരക്ടറിനെ. അപ്പോൾ അത് നമുക്ക് കണക്റ്റ് ആവും. അത് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനകത്ത് ഡയറക്ടർ എന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സാധാരണക്കാരാണെങ്കിൽ കൂടിയും പ്രശ്നങ്ങൾക്കിടയിൽ മറ്റുള്ളവർ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത് കണക്റ്റ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. അത് നല്ലതായിരുന്നു. അത് ഇത്രയും കണക്റ്റ് ആവുന്ന ക്യാരക്ടർ പറയുന്നിടത്താണ് ആട്ടം വരുന്നത്. ആട്ടത്തിൽ കംപ്ലീറ്റ്ലി ഇയാൾ എന്തൊരു ശല്യമാണ് തോന്നുന്ന പോലെയുള്ള പെർഫോമൻസ്. കാരണം ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അവരൊരു തിയേറ്റർ ബാക്ക്ഡ്രോപ്പിൽ നിന്ന് വരുന്ന ഒരു കൂട്ടമാണ് അവര്. അവിടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആവുന്ന രണ്ടുപേരാണ് സെറിനും ഷാജോണും. ഈ ടീമിന്റെ പാർട്ടാവണം, ജെല്ലാവണം, അവിടെ പെർഫോം ചെയ്യണം എന്നുള്ളത്. ആട്ടിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 വർഷമായി ആട്ടത്തിൻ്റെ ഒരു റിലീസ് എല്ലാം കഴിഞ്ഞിട്ട്. ആട്ടം അത്രയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടു, ഇന്നും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റു ഭാഷയിലുള്ള പലരും സിനിമ കണ്ട് നല്ല വാക്കുകൾ പറയുന്നു, സിനിമ കാണാൻ സജസ്റ്റ് ചെയ്യുന്നു. എന്തോ ഒരു 2 വർഷത്തെ ഒരു കോർ മെമ്മറിയിൽ ആട്ടം ഇപ്പം എങ്ങനെയാണ് റീകളക്ട്? ആട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് എടുക്കുന്നത്. ആകെപ്പാടെ ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ ആകെപ്പാടെ ചെയ്തിട്ടുള്ളത് ആട്ടത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡയറക്ടർ ആനന്ദ് എന്നോട് കഥ പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതുവരെ ചേട്ടൻ ചെയ്യാത്തൊരു പരിപാടിയാണ്, നമുക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റിയാൽ അത് നന്നാവും എന്നോട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം ആനന്ദ് ഇത് വന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇയാളൊരു വൻ പുലിയാണ്. ആ പുലി ഇതിൻ്റെ ഉള്ളിൽ കാര്യം എല്ലാം വരച്ച് കൃത്യമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും സ്കെച്ചും കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. ഈ ഷോട്ട് കഴിഞ്ഞാൽ ഈ ഷോട്ട് എല്ലാം കാണാപ്പാടാണ്. അപ്പം നമ്മൾ നിന്ന് കൊടുത്താൽ മതി, നമ്മളെ വെച്ച് പുള്ളി ചെയ്യിപ്പിച്ചോളാം, നമ്മൾ വലിയ പണിയെടുക്കണ്ട, പുള്ളിക്കറിയാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. അങ്ങനെയുള്ള ഒരു വരുമ്പോൾ റാൽഫെ ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. നമ്മൾ ചെയ്യല്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അറിയാവുന്ന ഒരാൾ നമ്മളെ കൊണ്ടുപോകുമ്പോണ്ടല്ലോ നമുക്കൊരു ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു ഫ്രഷ്നെസ്സാണത്. നമുക്കും എന്തെങ്കിലും ഒരു ഫ്രഷായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഒരു വലിയ കാര്യമാണത്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും നമ്മളെ തേടി വരിക, നമ്മളെ വിളിക്കുക എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെ കിട്ടിയൊരു ഭാഗ്യമാണ് ഈ ആനന്ദ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദ് ഇത് പറഞ്ഞപ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു പരിപാടി ഉണ്ട്, വന്നാൽ ഓക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് എന്ത് വേണം ഞാൻ ചെയ്യും, എന്ത് ചെയ്യണം ഞാനത് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് 2 ദിവസം ഡ്രാമയുടെ അവിടെ കളരിയിലൊന്ന് വരണം, എന്നിട്ട് അവരുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനൊരു പ്രത്യേക താളമുണ്ട്. അത് ഈ ആനന്ദും ഞാനും സെറിനും ഒഴിച്ച് ബാക്കി എല്ലാവരും 18 വർഷമായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഒരുമിച്ചുള്ളവരാണ്. അപ്പോൾ അവർക്ക് കാണാപ്പാടാണിത്. അപ്പോൾ ഞങ്ങൾ 2 പേരും അവിടെ ചെന്നു, 2 ദിവസം അവിടെ നിന്ന് ഇതെല്ലാം പഠിച്ചു. അപ്പോൾ അവർ ചെയ്തു തരുന്ന പോലെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാനതിന് മുമ്പ് ഒരു സ്റ്റേജിൽ പോലും ഇങ്ങനെയുള്ളൊരു പ്ലേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് ഇവർ കാണിച്ചു തരുന്നതെല്ലാം കണ്ടിട്ടാണ് പിന്നെ നമ്മുടെ ആ സീക്വൻസുകൾ എടുത്തത്. ഫസ്റ്റ് ഇൻട്രോ പരിപാടി സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് നോക്കി നിന്നു. സീക്വൻസൊക്കെ എടുക്കുമ്പോൾ റിഹേഴ്സൽ ടൈമിലൊക്കെ 2-3 തവണ റിഹേഴ്സൽ ചെയ്യിപ്പിക്കും. കാര്യം ഇവരെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ കുറേ തവണ റിഹേഴ്സൽ എടുക്കണം. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എപ്പം ആനന്ദിന് എടുക്കാൻ തോന്നുന്നു അപ്പം ഷൂട്ട് ചെയ്താൽ മതി, എത്ര ദിവസം വേണോ പറഞ്ഞാൽ മതി, നമ്മളവിടെ ഉണ്ട്, ഒരു ടെൻഷനും അടിക്കേണ്ട, പയ്യെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. റിഹേഴ്സൽസ് ഇങ്ങനെ എടുക്കും. അപ്പോൾ റിഹേഴ്സൽസ് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ ബെറ്ററായി വരും, അതിനൊപ്പം നമ്മളും ബെറ്റർ. അപ്പം ഇവരെങ്ങനെയാണ് ഡയലോഗ് പറയുന്നത്, ഇവരെങ്ങനെ പറയുന്നു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു റൂട്ടോ പരിപാടികളോ ഒന്നുമല്ല, വേറൊരു ഇവർ പിടിച്ചിരിക്കുന്നത്.
ഋതത്തിലാണ് ഇവർ പോകുന്നത്. അപ്പം ഞാൻ പയ്യെ ഇവരുടെ ആ ഒരു ഋതത്തിലോട്ട് നമ്മളെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ അത് ആനന്ദ് പറഞ്ഞേട്ടാ ഓക്കെയാണ്, വർക്കാണ് പരിപാടി എന്ന് പറഞ്ഞാൽ ആനന്ദ് പറഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്, അതാണ് ആനന്ദാണ് മാർക്കിടേണ്ടത്. ആനന്ദ് പറഞ്ഞു ചേട്ടാ ഓക്കെയാണ്, ഇത് മതി, ഈ റൂട്ട് ചേട്ടൻ പിടിച്ചു, ഇത് പക്കായിരിക്കും എന്ന് പറഞ്ഞു. കണ്ടപ്പം പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു. ആട്ടം എന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളവിടുന്ന് മാറി നിന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞു. കാര്യം അവരെല്ലാം സ്റ്റേജ് പ്ലേ ചെയ്യുന്നവരാണ്. പക്ഷെ നിങ്ങൾ അതിനകത്ത് മാറി നിന്നില്ല, നിങ്ങൾ രണ്ടുപേരും അവരോടൊപ്പം ഉള്ളവരായിട്ട് നമുക്ക് തോന്നിയത്. തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് അവരോട് കൂടെയുള്ള അവരുടെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പം ഒരു സന്തോഷം തോന്നി. അങ്ങനെയുള്ള ഇങ്ങനെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യിപ്പിക്കുന്ന അത് വരണേ എന്നുള്ളതാണ് നമ്മുടെയും പ്രാർത്ഥന. ഈ പ്ലാനൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വരുന്നതിൽ ഏറ്റവും അടിപൊളിയായിട്ട് സിൻസിയറായിട്ട് ചെയ്യുന്നുള്ളത് ഇങ്ങനെ ആക്ടർ എന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ, ഇപ്പോൾ ആട്ടം അല്ലെങ്കിൽ ഇപ്പോൾ CID രാമചന്ദ്രൻ, അതിൽ ആ ലീഡ് ക്യാരക്ടറിന് ആ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയാണ്. അത് ഭയങ്കര സ്ട്രോങ് ആയ ഭയങ്കര ഈ ബേസുള്ള ക്യാരക്ടറായിരുന്നു. ഔസേപ്പിൻ്റെ ഒസിത്ത് വരുന്നുണ്ട്. പെർഫോമർ ഷാജോൺ റിപ്പീറ്റഡ്ലി എക്സ്പ്ലോർഡ് ആവുന്നുണ്ട്. അവിടെ ഓട്ടോമാറ്റിക്കലി പുതിയ സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ മനസ്സുകൊണ്ടൊരു ആഗ്രഹമുണ്ടോ, ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഉള്ളിൽ, അതായത് പെർഫോം ചെയ്യാനുള്ളത്, ഒരു മൈൽ സ്റ്റോൺ ആക്കാൻ പറ്റുന്നത്, അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ല എന്നുള്ളത്, അങ്ങനത്തെ ഒരു ക്രേവിങ് ശരിക്കും പെർഫോമൻസിനോട് അഭിനയത്തിനോട് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് കാണുമ്പോഴും ഓരോ നമ്മളിലേക്ക് വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിലേക്ക് വരുന്നതിനകത്ത് ഈ പറഞ്ഞ സിനിമകളെല്ലാം സ്പെഷ്യൽ സിനിമകളാണ്. അപ്പം അങ്ങനെ വരുന്ന ഓരോ സീൻ വായിക്കുമ്പോഴും നമുക്കറിയാം ഇത് നമ്മൾ ചെയ്യാത്ത പരിപാടിയാണ്, ഈ സീൻ നമ്മൾ ചെയ്തിട്ടില്ല ഇതിനു മുൻപ്, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം, നന്നാവും എന്നൊരു വിചാരമുണ്ട്. പിന്നെ മറ്റ് ചില ആക്ടേഴ്സിന് സിനിമ കാണുമ്പം നമ്മളറിയാതെ നമ്മൾ കൊതിച്ചു പോകും. നമുക്ക് അത് അസൂയയോ കുശുമ്പോ ഒന്നും അല്ലത്. അതൊരു ആക്ടറിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമാണ്. അത് നമുക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം, ഓക്കെ നമുക്കത് നന്നാമായിരുന്നു, നമുക്കും ചെയ്യാൻ പറ്റിയായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് നന്നായിരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പോത്തനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളൊപ്പം നിൽക്കുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടികളുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കും തന്നെ ആ സീൻ ഒരുപാട് നന്നാവുന്നു, വളരുന്നു എന്നറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പോഴൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ ഇതിനു മുൻപ് ചെയ്യാത്ത സീൻ വരുമ്പം തന്നെ നമ്മളിൽ അറിയാതൊരു ഫ്രഷ് കുറച്ച് ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ ചിലപ്പോൾ അറിയാതെ തന്നെ വരും, നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ വരും. അതെല്ലാ ആക്ടേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും എനിക്കറിയാം നിങ്ങൾക്ക് മണിച്ചേട്ടൻ എന്തുമാത്രം പേഴ്സണലാണെന്നുള്ളത്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈഫിലെ എല്ലാ സ്റ്റേജിലും നമ്മൾ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ റീകളക്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കുറച്ചധികം ഇൻഡിവിജ്വൽസ് ഉണ്ടാവാം. അതിൽ മണിച്ചേട്ടൻ നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ മുന്നിലുള്ള ആളാണ്. ലൈഫ് ടേണിംഗ് പോയിന്റ് ഒക്കെ മണിച്ചേട്ടനായിരുന്നല്ലോ. മണിച്ചേട്ടന് ശരിക്കും ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു കരിയറിന് തീർച്ചയായിട്ടും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു ആക്ടറായിട്ട് നിന്നിട്ടല്ല മണിച്ചേട്ടനെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ. നമ്മളൊരു സാധാരണക്കാരൻ. എൻ്റെ ചാച്ചൻ മണിച്ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പരിചയമൊന്നുമില്ല. ഞാൻ സിനിമയിൽ കലാഭവനിലോട്ടൊക്കെ വരുന്നതിനൊക്കെ മുൻപ് ആ കലാഭവനിലോട്ടൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചാച്ചൻ മരിച്ചുപോയി. അപ്പം മണിച്ചേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ട് എൻ്റെ ചാച്ചൻ പറഞ്ഞേട്ടാ മണിച്ചേട്ടൻ്റെ മറ്റേ പടം, ഈ പടം, മറ്റേ പാട്ട് എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം മണിച്ചേട്ടൻ അത്രയ്ക്ക് ജീവനായിരുന്നു. ഇപ്പം ഞാനിപ്പം ഒരു ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കും മണിച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്തോരം ക്യാരക്ടേഴ്സ് ചെയ്തേനെ മണിച്ചേട്ടൻ, എന്തോരം ഗംഭീര ക്യാരക്ടേഴ്സ്, ചിന്തിക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ അമ്പിളിച്ചേട്ടനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചിന്തിക്കും. അമ്പിളിച്ചേട്ടൻ ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തോ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റിയാണ്. പുതിയ സിനിമ കൊണ്ടുവരുന്ന സമയത്തേക്ക് അവരതിലോട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ട് അമ്പിളിച്ചേട്ടനൊക്കെ എടുത്തിടാലോ. ഏത് ക്യാരക്ടറിനും, അപ്പനായിട്ടോ അളിയനായിട്ടോ ഏത് പ്രായത്തിലുള്ളതായിട്ടൊക്കെ ആണെങ്കിലും അമ്പിളിച്ചേട്ടൻ, അതുപോലെ മണിച്ചേട്ടൻ വില്ലനോ ഹ്യൂമറോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. മണിച്ചേട്ടൻ കുറച്ചുകൂടെ ഈ പറഞ്ഞതുപോലെ എന്താണ്, നമ്മളെപ്പോഴും ഒരു സാധാരണക്കാരനായിരിക്കാൻ അങ്ങനെ ആവണം, നമ്മളെപ്പോഴും ഒരു ഡൗൺ ടു എർത്ത് ആയിരിക്കണം എന്ന് എപ്പോഴും മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേരാണ് കലാഭവൻ മണിച്ചേട്ടൻ. അതിൽ തന്നെ എനിക്കൊന്ന് ഭയങ്കര ഒരു
ഗോൾഡൻ മൊമെന്റ് അല്ലേ സഹദേവൻ പാവനാശത്തിലെത്തിയപ്പോഴത്തേക്കും മണിച്ചേട്ടൻ പെർഫോം ചെയ്യാന്നുള്ളത്. അത് പിന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ മണിച്ചേട്ടനെ വിളിച്ച് സംസാരിച്ചു, ചേട്ടാ മോനെ നാളെ തുടങ്ങാണ് കേട്ടോ, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ്. സാധാരണ നമുക്കൊരു വിഷമമല്ല തോന്നുന്നു, അയ്യോ ഞാനിത് മലയാളത്തിൽ എനിക്ക് തമിഴ് കിട്ടിയില്ല. ഒരു നിമിഷം, ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു നിമിഷം പോലും എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. തമിഴ് മണിച്ചേട്ടനാണ് ചെയ്യുന്നത് പറഞ്ഞപ്പം എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ ദൈവമേ, അത് ദൈവമായിട്ട്. കാരണം അത് എനിക്കൊരു ലൈഫ് തന്ന ഒരാളാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടന് ഡ്യൂപ്പ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പിന്നീട് ഒരുപാട് മണിച്ചേട്ടൻ പല സിനിമകളും മണിച്ചേട്ടൻ. അപ്പം നമുക്കൊരു ഏറ്റവും ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ തമിഴ് വരുമ്പോൾ മണിച്ചേട്ടൻ അത് ചെയ്യുന്നു. മണിച്ചേട്ടൻ അത് നമ്മളോട് വിളിച്ച് പറയുന്നു, എടാ എന്നെ വിളിയടാ, ഞാനത് ചെയ്തട്ടാ, ഞാൻ ചെയ്യട്ടാ. ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം മണിച്ചേട്ടൻ സന്തോഷമല്ലേ ഉള്ളത്. എന്നിട്ട് പിന്നെ തുടങ്ങുന്നതിൻ്റെ തലേദിവസം എന്നെ വിളിച്ചു, പിന്നെ നാളെ ഞാൻ ഷൂട്ട് തുടങ്ങുകയാണ്, നീ പ്രാർത്ഥിക്കണം. നമ്മൾ തീർച്ചയായിട്ടും മണിച്ചേട്ടൻ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും ഈ ഹാപ്പനിങ്സ് ജീവിതത്തിൽ നടക്കുന്നു, അത് ഈ പറഞ്ഞ കുഞ്ഞായിരുന്ന ഷാജോൺ മുതൽ ഇങ്ങോട്ടേക്കുള്ള ജേണിയിൽ ഇത്രയധികം കാര്യങ്ങൾ സംഭവിച്ചു, ഇത്രയധികം സിനിമകൾ, പെർഫോമൻസുകൾ സംവിധാനം ചെയ്യുന്നു, അത്ര തന്നെ സിനിമകൾ അല്ലാതെ കാണുന്നുണ്ട്. ഇത്രയും ഹാപ്പനിങ് ഉള്ള ജേണി, ഈ ജേണി ഇത്രയും സന്തോഷത്തോടെ പോകുന്നു. അതിൽ ഈ പറഞ്ഞ എന്ത് വരുന്നു അപ്പോഴുള്ള സിൻസിയറിറ്റി, ആത്മാർത്ഥതയെ പറ്റി പറയുന്നു. ഇതിൻ്റെ ഒരു ഇനിയുള്ള ഫേസ് അങ്ങനെ ആലോചിക്കാറുണ്ട് എപ്പോഴും, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ പ്രൊഡക്ഷനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, അടുത്ത പടം സംവിധാനം ചെയ്യണം, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഞാൻ ഇനി അഭിനയിക്കേണ്ടത്, ഇങ്ങനെയുള്ളൊരു ക്ലാരിറ്റി, വിഷൻ അതെങ്ങനെയായിരിക്കും? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം. അതിനെന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരാളെ വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ആക്ടറാണെന്നും നമ്മൾ വലിയ തെറ്റില്ലാതെ അഭിനയിക്കും എന്നുള്ളതും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരുമാതിരി ആക്ടേഴ്സിനും മീൻസ് ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഒക്കെ അറിയാം. പിന്നെ അവർ നമ്മളെ ഇതെല്ലാം ഒരു ഭാഗ്യമാണ് റാൽഫേ. അവരൊരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ അവർ നമ്മുടെ പേര് ഓർക്കണം, അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ പേര് പറയണം. ഇനി ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് ആ വേഷത്തിന് ഷാജോണിനെ വിളിച്ചാലോ, ആരെങ്കിലും അപ്പുറത്ത് നിന്ന് യോ ഷാജോണോ എന്ന് ചോദിച്ചാൽ മതി, അവിടെ കട്ടാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരാളെ കൊണ്ട് നമ്മൾ അങ്ങനെ പറയിപ്പിക്കാതിരിക്കാൻ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, ആരെയും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. ഞാൻ ഫോളോ ചെയ്യുന്ന രീതി, ഞാൻ നമ്മുടെ ജോലി ചെയ്യുക, ഞാൻ അതിൽ പക്കാ പ്രൊഫഷണൽ, ഞാൻ അവിടെ ജോലി ചെയ്യുക, ആർക്കും ഒരു ദ്രോഹവും വരത്തില്ല. നമ്മൾ ജോലി കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോവുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, രാവിലെ അവർ പറഞ്ഞ കൃത്യസമയത്തിൽ ഞാൻ ലൊക്കേഷനിലുണ്ടാവും, ജോലിക്ക് പോകുന്നു. അത് കഴിയുക, നമ്മൾ നേരെ വീട്ടിൽ പോവുക. ഷൂട്ട് കഴിഞ്ഞ് അവിടെ കിടന്ന് കറങ്ങലോ എവിടെയെങ്കിലും ആരോടെങ്കിലും ഗോസിപ്പ് പറയലോ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. ഷൂട്ട് കഴിഞ്ഞോ നേരെ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നുണ്ടോ അത് സിനിമ ഷൂട്ടിങ്ങിനോ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും. അത് പറഞ്ഞു വന്നത് ആരെയും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ ജോലി നമ്മൾ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഷാജോണിനെ ഒരാൾക്ക് വിളിക്കണം തോന്നിയാൽ അടുത്തുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അത് നമ്മുടെ വിധി പോലിരിക്കും, അല്ലേ? പിന്നെ ഡയറക്ഷൻ പരിപാടി ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കഥ വേണം. ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അവരോടൊക്കെ നല്ല കഥ വരുമെന്നുണ്ടെങ്കിൽ അവർ എന്നെ വിളിച്ച് പറയാറുണ്ട്. നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന കഥകളെല്ലാം നമ്മൾ കുറച്ചിങ്ങനെ ലൈനപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമയമാകുമ്പം അത് നടക്കും. പ്രൊഡക്ഷൻ മനസ്സിൽ ആഗ്രഹമുള്ള കാര്യമാണ്, പക്ഷേ അതിന് മാത്രം പൈസ എടുത്ത് ചിലവാക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതിന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. കുറച്ച് പേര് എന്നോടൊന്ന് പറഞ്ഞു, നമുക്ക് ഷാജോൺ കൂടുതൽ വന്നാൽ മതി, നമ്മളത് ഫണ്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കൊരു വിശ്വാസമില്ല. നമുക്ക് നമ്മുടെ പേരും കൂടെ വരുന്നൊരു കാര്യമാണ്, ചില്ലറ പൈസ ആയിട്ടുള്ളൊരു കളിയല്ല. ആരെങ്കിലും ചുമ്മാ നമ്മൾ കൊണ്ട് ചാടിച്ചിട്ടൊരു സിനിമയുടെ പേരിൽ ചുമ്മാ കൊണ്ട് ചാടിച്ച് നാളെ അദ്ദേഹത്തിൻ്റെ പൈസ എല്ലാം പോയിട്ട് അയാൾ വീടും വിറ്റ് നടക്കുന്ന ഒരു ഗതികേട് കാണാൻ നമുക്ക് താല്പര്യമില്ല. കാര്യം നമ്മൾ അങ്ങനത്തെ വന്നിട്ടുള്ള ഒരാളോ അങ്ങനെ എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന് കരുതി ജീവിക്കുന്ന ഒരാളല്ല. സമയം വരുമ്പം അതിന് വിധിയുണ്ടോ നമ്മളത് ചെയ്തിരിക്കും. അല്ലാതെ എവിടുന്നെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞ് ചാടിച്ച് ഓറ്റിട്ട് മറ്റേ ബിസിനസ് ഈ ബിസിനസ് ഒക്കെ പറഞ്ഞ് കൊണ്ട് ചാടിച്ച് അയാളുടെ ഭാര്യയുടെ സ്വർണവും വിറ്റ് അതും വിറ്റ് അയാൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അതിനൊരു വിധിയുണ്ടോ, ആ വിധിക്ക് അത് ആ സമയത്ത് നടക്കും. അത് ആ സമയത്ത് നടക്കുന്ന സമയത്ത് നമ്മളതിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യുക. വിജയിച്ചാൽ വിജയിച്ചു, അതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ എന്താ അതിന് വേണ്ടി ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മുന്നോട്ട് പോട്ടെ ഇതേപോലെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ഹാപ്പിയാണോ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സമാധാനമായിട്ട് ഉറങ്ങും, അസുഖമൊന്നുമില്ലേ, ഹോസ്പിറ്റൽ കേസ് ഒന്നുമില്ലേ, നമ്മൾക്ക് ആരോഗ്യമുണ്ടോ, അത് തന്നെയാണ് ഏറ്റവും വലിയ എന്താണ് സന്തോഷം, ഭാഗ്യം എന്ന് പറയുന്നത് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഈ പറഞ്ഞ പോലെ
ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിക്കാൻ പറ്റട്ടെ. താങ്ക് യു. നല്ല നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. സിനിമകൾ സംവിധാനം ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു.